നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. UDFിന്റെ പ്രഖ്യാപിത മദ്യനയത്തിൽ മുഖ്യമന്ത്രി വെള്ളം ചേർത്ത് വീര്യം കുറച്ചോ? വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം മുഖ്യമന്ത്രി ഏകപക്ഷീയമായി നടത്തിയതാണോ? പുറത്തു വന്ന വിവരങ്ങൾ വെച്ചാണെങ്കിൽ മുന്നണിയോ പാർട്ടിയോ എന്തിന് എക്സൈസ് മന്ത്രി പോലും വിവരം അറിഞ്ഞിട്ടില്ല. ഇതിലെ അതിർത്തി പല കോണുകളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി ആരാവണമെന്ന തർക്കത്തിൽ VD സതീശനു വേണ്ടി നിർണായക നീക്കം നടത്തിയ VM സുധീറിനടക്കം ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു. കൂട്ടായ തീരുമാനം വേണമെന്ന നിലപാട് AICC സെക്രട്ടറി KC വേണുഗോപാലിന്റെ വാക്കുകളിലും ഈ അതിർത്തി വ്യക്തമാണ്. UDFിനെ പിന്തുണച്ച മത മേലധ്യക്ഷന്മാരും എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ബിയറും വൈനും ഒഴികെയുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുമെന്നായിരുന്നു ആദ്യ ബജറ്റിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. കേരളത്തിൽ മദ്യത്തിന്റെ നികുതി 251%. 5 മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് ഇത് 120%, 10 മുതൽ 20% വരെയുള്ള വീര്യമുള്ള മദ്യത്തിന് ഇത് 175% കുറയ്ക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ലഹരിമുക്ത കേരളം 10 വർഷം കൊണ്ട് യാഥാർത്ഥ്യമാക്കും. ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ ലഭ്യത കുറച്ചു കൊണ്ടുവരും. വിപുലമായ ജനകീയ ബോധവൽക്കരണം നടത്തും. ഇതൊക്കെയായിരുന്നു UDFിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കുന്നത് മദ്യപാനാസക്തി കുറയ്ക്കുമെന്നും അതല്ല കൂടുതൽ പേരെ മദ്യത്തിലേക്ക് അടുപ്പിക്കുമെന്നും തുടങ്ങി വ്യത്യസ്തമായ വാദങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ചർച്ചാ വിഷയം എന്തായാലും അതല്ല. മുന്നണിയിലും പാർട്ടിയിലും ചർച്ച നടത്താതെ മദ്യനയത്തിൽ മാറ്റം വരുത്താനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കം ശരിയോ എന്നുള്ളതാണ്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ മുഹമ്മദ്, ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം, അദ്ദേഹം ധനമന്ത്രി എന്ന നിലയിൽ നടത്തിയ പ്രഖ്യാപനം, അതിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പാർട്ടിയിലും മുന്നണിയിലും ഒന്നും അങ്ങനെ ചർച്ച നടത്തി എടുത്ത ഒരു തീരുമാനമല്ല. ചിലപ്പോൾ അത് പിൻവലിച്ചേക്കുമെന്നും കൂടെ സൂചനകളുണ്ട്. അങ്ങനെ ഒരു തീരുമാനം മുഖ്യമന്ത്രി ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നതാണ് ഈ ഇപ്പോഴത്തെ ഈ വിവാദത്തിന് കാരണം. താങ്കൾക്ക് അതിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരം. ശരി, പറഞ്ഞോളൂ. മുഖ്യമന്ത്രി അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ഒരു പ്രധാന കാരണമുണ്ട്. ഒന്ന്, വകുപ്പ് മന്ത്രി പോലും അറിയാതെ എടുത്തതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ സകല കടയിലും ഒരു 10 റുപ്യന്റെ വെള്ളം കിട്ടുന്നുണ്ട്. 10 റുപ്യക്ക് വാങ്ങി കുടിക്കണം പലവിധ വെള്ളം. അതേപോലെ അതിലൊന്നും ലഹരിയില്ല. ലഹരിയില്ലാതെ കുറഞ്ഞ ലഹരിയിലില്ലാതാവുമ്പോ കുട്ടികൾ അത് വാങ്ങി കുടിക്കും. പിന്നെ അത് കഴിഞ്ഞ് 2 കുപ്പി കുടിക്കും. പിന്നെ അത് കഴിഞ്ഞ് 3 കുപ്പി കുടിക്കും. അങ്ങനെ ലേശം ലഹരി കിട്ടും. അപ്പൊ പിന്നെ അങ്ങനെ കുടിച്ച് കുട്ടികളൊരു മുഴുവൻ കുടിയനാവും. ഭാവിത്തെ കാര്യം ഞാൻ പറയാൻ പോണത്. പിന്നെ ഈ സ്ഥിരം കുടിക്കുന്ന ആൾക്കാർക്ക് അത് പറ്റൂല. കാരണം എന്തുകൊണ്ട് അറിയിച്ചാൽ പെട്ടെന്ന് ലഹരി കൂടൂല. അപ്പൊ ലഹരിയെ എങ്ങനെയെങ്കിലും അടുപ്പിച്ച് ഇപ്പോൾ നമ്മളെ ബഹുമാന്യ മന്ത്രി തൂഫാൻ ഉണ്ടാക്കിയത് വളരെ വിജയമാണ്. അതിൽ സന്തോഷിക്കുന്നു. ഈ തൂഫാനെതിരാണ് ഇതൊക്കെ വരാൻ പോണത്. ആകെ കള്ള് മയാക്കിയിട്ട് അദ്ദേഹം അടങ്ങും. പിന്നെ അദ്ദേഹത്തിനോട് ഈ കോൺഗ്രസ് കമ്മിറ്റി അല്ലെങ്കിൽ UDF കമ്മിറ്റി അല്ലെങ്കിൽ മുന്നണി എന്ത് പറയുന്ന അറിയാം. അതാണ് ഒഴിവാക്കികളെ സതീശ എന്ന് പറയണം. അതിന് അവർക്ക് ധൈര്യം വേണം. നമ്മളെ പാറിയുണ്ടല്ലോ അവിടെ പല പാർട്ടിക്കാരും നിൽക്കണേ. ഇതാണ് ഇപ്പൊ അബൂബക്കർ മുസ്ലിയാര് പറഞ്ഞേക്കണേ, വേറെ മുസ്ലിംമാര് പറഞ്ഞേക്കണേ, എല്ലാം പറഞ്ഞേക്കണേ ഞാനത് ഇതിന് എതിരാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം ഒഴിവാക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഒരു മുഴുവൻ കള്ളുടിയന്മാരാക്കരുത്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ അഭിലാഷ് മാത്യു ആണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ അഭിലാഷ് മാത്യു, ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി 251% ഉണ്ടായിരുന്ന നികുതി 120%, 170% കുറയ്ക്കുമെന്നുള്ള പ്രഖ്യാപനമാണ്. അത് നല്ലതാണെന്ന് വാദിക്കുന്നവരും തെറ്റാണെന്ന് വാദിക്കുന്നവരും ഒക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് മുന്നണിയിലോ അല്ലെങ്കിൽ പാർട്ടിയിലോ അങ്ങനെ ഒരു ചർച്ച നടത്താതെയാണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതെന്നാണ് വിവാദത്തിന് കാരണം. താങ്കൾക്ക് അതിൽ എന്താണ് പറയാനുള്ളത്? അതിന്റെ കാരണം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സതീശൻ സ്വകാര്യമായിട്ട് ഇലക്ഷൻ സമയത്ത്, സതീശനെ ഉദ്ദേശിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഈ ഇലക്ഷൻ നടന്ന സമയത്ത് സ്വകാര്യമായിട്ട് പാർട്ടിയോടോ നേതൃത്വത്തോടോ ആലോചിക്കാതെ കുറെ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ആ യാത്രയിലുണ്ടായ ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനങ്ങളും ഇലക്ഷന് PR വർക്കിന് വേണ്ടി ഉപയോഗിച്ച ഫണ്ടും ഈ മദ്യനയത്തിന്റെ ഭാഗമായി അവിഹിതമായി സമ്പാദിച്ചു വെച്ചിരുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പാർട്ടി ഈ ഇലക്ഷനെ നേരിട്ടതും ഈ വിജയം കൈവരിക്കാൻ സാധിച്ചതും.
അതിനേക്കാൾ ഉപരി ശ്രീ അഭിലാഷ് മന്ത്രിസഭയിലെ ശ്രീ അഭിലാഷ് ഈ താങ്കൾ പറഞ്ഞൊക്കെ ഒരു പരിധിവരെ വേണമെങ്കിൽ താങ്കളുടെ ഒരു ആരോപണം ഉന്നയിക്കാം. അതുകൊണ്ടാണ് ജയിച്ചത് എന്നൊന്നും പറഞ്ഞു കളയരുത്. ജയിച്ചത് ജനത്തിന് കൃത്യമായും ബോധ്യപ്പെട്ട് അല്ലല്ല ശ്രീ അഭിലാഷ്, ഞാൻ പറഞ്ഞത് ജനത്തിന് വളരെ കൃത്യമായും, അല്ലാതെ ഫണ്ട് ചെലവാക്കിയോണ്ടോ PR വർക്ക് നടത്തിയതുകൊണ്ടൊന്നും അല്ല ഈ മുന്നണി ജയിച്ചത്. ജനം കൃത്യമായി ആ മുന്നണിയെ തെരഞ്ഞെടുത്താണ്. അങ്ങനെ ഒരു ചെറിയ ജയമൊന്നുമല്ല അവർ നേടിയത്, അത് ജനം തെരഞ്ഞെടുത്താണ്. ഇനി അങ്ങനെ ചെയ്തു എന്നൊക്കെ ആരോപണം ചിലപ്പോൾ കാണാം, അത് ശരിയാണോ തെറ്റാന്ന് എനിക്കറിയില്ല. ഇത് കേട്ടോട്ടെ, ജനത്തെ മാത്രമല്ല മുന്നണിയുടെ നേതാക്കന്മാരെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടല്ല ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തത്. അല്ല, അതൊക്കെ പറഞ്ഞു. അതിന്റെ ഇടയിൽ താങ്കൾ ജയിച്ചത് അതുകൊണ്ടാണ് പറഞ്ഞു കളയരുത് എന്നേ പറഞ്ഞുള്ളൂ. അല്ല, ഓക്കെ. അപ്പോ ഈ യാത്രകളും മറ്റു കാര്യങ്ങളും സുതാര്യമല്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം. അതുപോലെ തന്നെ മുന്നണിയിലെ അല്ലെങ്കിൽ ഒരു ഭരണകക്ഷിയിലെ ഒരു മന്ത്രി ലഹരിക്കെതിരെ ഒരു സംവിധാനവുമായിട്ട് മുന്നോട്ട് പോവുക, ജനപ്രിയ സംവിധാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ആ ഭരണകക്ഷിയിലെ മുഖ്യമന്ത്രി തന്നെ മദ്യം യഥേഷ്ടം നാട്ടിൽ ഒഴുക്കുന്നതിന് വേണ്ട സംവിധാനം മുഴുവൻ ചെയ്യുക എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ്? അതും അങ്ങനെ പൂർണ്ണമായും പറയാൻ കഴിയില്ല ശ്രീ അഭിലാഷ്. വീര്യം കുറഞ്ഞ മദ്യത്തെ കുറിച്ച് വ്യത്യസ്ത വാദങ്ങളുണ്ട്. ഒരു മിനിറ്റ് അഭിലാഷ്, വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കുന്നത് മദ്യപാനാസക്തി കുറയ്ക്കാൻ നല്ലതാണെന്ന് വാദിക്കുന്ന ആളുകളും, അതല്ല അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നു, അങ്ങനെ വ്യത്യസ്തമായ വാദങ്ങളുണ്ട്. അത് അത്ര വീര്യം കൂടിയ മദ്യത്തെക്കാൾ വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്ന വാദമൊക്കെ ശാസ്ത്രീയമായി തന്നെ ഉന്നയിക്കുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് ഈ ലഹരി എന്ന് പറയുമ്പോൾ മയക്കുമരുന്നിനെതിരെ പോരാടുന്നതിനെയും മദ്യത്തിനെതിരായിട്ടുള്ള രണ്ടിനെയും ഒരുമിച്ച് നമുക്ക് കൂട്ടിക്കലർത്താൻ ഒരിക്കലും കഴിയും. മദ്യവും മയക്കുമരുന്നിനെതിരെ തന്നെയാണ് തൂഫാൻ നടത്തുന്നത്. തൂഫാൻ എന്ന പേരിൽ രമേശ് ചെന്നിത്തല നടത്തുന്നത് മദ്യത്തിനെതിരെയല്ല, തൂഫാൻ നടത്തുന്നത് ലഹരി മരുന്നിനെതിരെയാണ്. ആയിക്കോട്ടെ. പക്ഷേ ഇത് ഈ ലഹരി കുറഞ്ഞ മദ്യം കൊടുത്തു കഴിഞ്ഞാൽ മദ്യം സംസ്ഥാനത്ത് വ്യാപകമാകുകയില്ല എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? കുറഞ്ഞ വിലയ്ക്ക് മദ്യം കൂടുതൽ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയെ കണ്ടുകൊണ്ടാണ്, അതിന്റെ വരുമാനം കണ്ടുകൊണ്ടാണ് ഈ സതീശൻ ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ശരി അഭിലാഷ്, എന്തായാലും മദ്യത്തിന് വില കുറഞ്ഞുകൊണ്ട് കൂടുതൽ പേര് ഉപയോഗിക്കുമെന്നും വില കൂടിയതുകൊണ്ട് കുറച്ച് പേര് ഉപയോഗിക്കുള്ളൂ എന്നുള്ള വാദത്തിനൊന്നും ഒരു അർത്ഥവുമില്ല. അതൊരു കഴമ്പില്ലാത്ത വാദം കൂടിയാണെന്ന് തെളിഞ്ഞാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യത്തിന് വിലയുള്ള സംസ്ഥാനമാണ് കേരളം. അവിടെ കൂടുതൽ മദ്യത്തിൻ്റെ വിൽപ്പന നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് വിലയൊന്നും അല്ല ഇതിൻ്റെ അടിസ്ഥാനം. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? UDF ഒരു തീരുമാനം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ അത് സ്വാഭാവികമായും ആ പാർട്ടിയും എക്സൈസ് മന്ത്രിയും മുന്നണിയും ഒക്കെ അറിഞ്ഞ് വേണം പ്രഖ്യാപിക്കുക. അതാണ് ഒരു ജനാധിപത്യ രീതി. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല എന്നതാണ് ഇതുവരെ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അതൊരു ശരിയായ രീതിയാണോ? കിരൺ സാർ നമസ്കാരം. നമസ്കാരം. മദ്യം സുലഭമായി ലഭിക്കട്ടെ, പക്ഷേ ഈ VD സതീശൻ സാറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമോ, ഉമ്മൻചാണ്ടി സർക്കാരിനെ ഒന്ന് പിറകോട്ടൊന്ന് നോക്കണം. ഉമ്മൻചാണ്ടി സർക്കാർ എന്താണ് മദ്യത്തിനെതിരായിട്ട് ചെയ്തത്? അതിന് വാദോരാതെ മുക്കിന് ഞങ്ങൾ പോകുമ്പോൾ ഇത്ര വാറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, അതിപ്പം 3 ഇരട്ടിയായി ഇടതുപക്ഷ സർക്കാർ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന ഉളുപ്പുള്ള ആ വാക്കുണ്ടല്ലോ, ഉളുപ്പില്ലാത്ത, അത് അദ്ദേഹം ഒന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബഹുമാന്യ ഉമ്മൻചാണ്ടിയുടെ പേരിലല്ലേ ഇപ്പോഴത്തെ 25 ലക്ഷം ഇൻഷുറൻസ് പ്രഖ്യാപിച്ചത്. അപ്പോ ഈ കള്ളിൽ നിന്ന് എടുത്തിട്ട് അദ്ദേഹത്തിന് ഇൻഷുറൻസ് പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഘടകകക്ഷി ചർച്ച ചെയ്യേറ്റൊന്നുമല്ല, ഘടകകക്ഷി ചർച്ച ചെയ്തിരിക്കുന്ന പുറത്ത് പറയാൻ മാനക്കേടുള്ളത് കൊണ്ടാണ്. കാരണം മറ്റെല്ലാ PM ശ്രീക്കും മറ്റെല്ലാ കാര്യത്തും തെളിഞ്ഞു വിമർശിക്കുന്ന മുസ്ലിം ലീഗിന് മദ്യനയത്തിന്റെ കാര്യത്തിൽ എന്താ നിലപാട് എന്ന് കുഞ്ഞാലിക്കുട്ടി സമൂഹത്തോട് വ്യക്തമാക്കിയ വളരെ നല്ലതായിരുന്നു. വീര്യം കുറഞ്ഞതോ കുറയാത്തോ ഏതായാലും മദ്യം നാട്ടിന് ആപത്തി തന്നെയാണ്. അത് ഉമ്മൻചാണ്ടിന്റെ ലൈന് തന്നെയാണ് എനിക്കിഷ്ടം. ഞാൻ ഉമ്മൻചാണ്ടിനെ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ആളല്ല. പക്ഷെ ഈ VD സതീശൻ സാറ് ഒന്ന് ആലോചിക്കണം, 25 ലക്ഷത്തിന്റെ ഇൻഷൂർ ഈ മദ്യം വിറ്റിട്ടാണോ പബ്ലിക്കിന് കൊടുക്കുന്നത് എന്ന് ഒരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്നുണ്ട്. അത് ഉമ്മൻചാണ്ടിക്ക് വലിയ മാനക്കേടാണ്, വലിയ പ്രശ്നമാണ്. മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി മദ്യനയത്തിലെ നയം വ്യക്തമാക്കുകയും വേണം. അവർക്ക് എന്താണ് സമൂഹത്തോട് പറയാനുള്ളത് മദ്യത്തിനെതിരായിട്ട്. അല്ലാതെ പണം കിട്ടുമെന്ന് നോക്കുന്ന ഒളിഞ്ഞു നിൽക്കുന്ന പരിപാടി നടക്കൂല. അത്രേ എനിക്കും അറിയാനുള്ളൂ. ശരി. ശ്രീ മൈക്കിളാണ് ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ മൈക്കിൾ, കേരളത്തിൽ 251% മദ്യത്തിന് നികുതിയുള്ളപ്പോൾ അത് 120%, 175%, വീര്യം കുറഞ്ഞ മദ്യത്തിന്, ബിയറും വൈനും ഒഴികെയുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിന്, അത് ചില പ്രത്യേക മദ്യ കമ്പനികളുടെ മദ്യത്തിന് വേണ്ടിയാണ് എന്നുള്ള ആക്ഷേപമടക്കം ഉയരുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? ഹലോ, നമസ്കാരമുണ്ട് ശ്രീ മൈക്കിൾ, പറഞ്ഞോളൂ. സാറേ, ഇത് നികുതി എന്ന് പറയുന്നത് നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നികുതി പിരിക്കുന്നത്.
അതില് വൻകിടക്കാർക്ക് ഇത് കുറച്ചു കൊടുക്കാന്ന് പറയുന്നത് എന്താ നിലന്ന് അവർ വ്യക്തമാക്കണം. നമ്മുടെ സർക്കാർ വ്യക്തമാക്കേണ്ടതാണ്. ഇതിനകത്ത് ദുരൂഹത എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു 30 ദിവസം പോലും ആകാത്ത ഒരു മന്ത്രിസഭ, അതിലെ പാർട്ടിയോ അതിലെ ആ എക്സൈസ് വകുപ്പിലെ മന്ത്രിയോ അല്ലെങ്കിൽ ഇത് ആരും അറിയാതെ ഈ 1 മാസം കൊണ്ട് ഈ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇത് ഗൂഢാലോചനയുണ്ട് ഇതിന്റെ പിന്നിൽ. ഇത് കാരണം ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പേ ഇതിന്റെ ഗൂഢാലോചന നടന്നു കാണും. അല്ലെങ്കിൽ ഇത്രയും തിടുക്കത്തിൽ ഇങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാലോ, PM-3 പദ്ധതി അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച മുഖ്യമന്ത്രി പറയുന്നത് അത് ഞാൻ ഒത്തിരി പഠിക്കാനുണ്ടെന്നാണ് പറയുന്നത്. അത് ഒത്തിരി അതൊക്കെ പഠിക്കണം. ഈ കാര്യം വരുമ്പോൾ ഈ നാട്ടില് ഈ വലിയ വിപത്തുണ്ടാക്കി വെക്കുന്ന മദ്യനയം വന്നപ്പം ഇത് പഠിക്കുകയും വേണ്ട, ഒന്നും എടുത്തു ചാടിയെങ്കിൽ ചെയ്യുക. പക്ഷെ ഇതിലെന്തോ ദുരൂഹത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇത് വലിയ ഇത് ഉണ്ടാക്കി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലഹരി മറ്റേ ഇത് ആർക്കോൾ കുറഞ്ഞതോ കൂടിയതോ ഒന്നല്ല, അത് മദ്യം. അത് അറിയാം, കുടിയന്മാർക്ക് അറിയാം എങ്ങനെയായി കുടി തുടങ്ങിയത് എന്ന് കുടിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം. കുടിക്കാത്ത ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം ഇതെങ്ങനെയാ, എങ്ങനെ പതുക്കെ തുടങ്ങി കുടികാരായി മാറുന്നത്. നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെ. അവർ കുടികേരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്കറിയാം. വളരെ വ്യക്തമാണ്. ശ്രീ ബാബു ആണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ ബാബു, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കാനുള്ള തീരുമാനം പാർട്ടിയോ എക്സൈസ് മന്ത്രിയോ ഒന്നും അറിയാതെയാണ് മുഖ്യമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനത്തിൽ വന്നത് എന്നാണ് പറയുന്നത്. അക്കാര്യത്തിൽ KC വേണുഗോപാലും VM സുധീരനും അടക്കമുള്ളവർ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാറേ, ഞാൻ കുറെ കാലമായി വിളിക്കാൻ തുടങ്ങിയിട്ട് ഇന്നാണ് കിട്ടിയത്. കിട്ടുന്നില്ലേ? കിട്ടിയതിനിപ്പോ ഇന്ന് കിട്ടിയേ, അത് ഒരു കുഴപ്പമില്ല. പിന്നെ സുധീരൻ പറഞ്ഞത് നല്ല കാര്യം. അയാൾക്ക് മുൻകൂട്ടിയൊരു ഇതുണ്ടായിരുന്നു. കാരണം ഞങ്ങളവിടെ അന്ന് പര്യടനം നടത്തിയതാണ് ആ കാലത്ത്. എങ്ങനെയാണ് കേട്ടില്ല? സുധീരൻ അന്നേ സുധീരൻ എല്ലായിടത്തും വന്ന് ബാറൊക്കെ പൂട്ടാനുള്ള പരിപാടി തുടങ്ങിയിരുന്നല്ലോ അന്ന്. അന്ന് ഞങ്ങളവിടെ വന്നിരുന്നു, അയാള് കോട്ടക്കിൽ ഇവിടെ വന്നിരുന്നു. ശരി, ഓക്കെ. പക്ഷെ ഇവിടെ ഇവരിപ്പോ എല്ലാവരും കൂടി അറിഞ്ഞിട്ടുള്ള ഒരു പരിപാടി അല്ലാതെ ഇപ്പൊ എക്സൈസ് മന്ത്രി പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല, ചെന്നിത്തല പറഞ്ഞു എനിക്കറിയില്ല, മറ്റാള് പറഞ്ഞു ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. ഇത് 2 രാഷ്ട്രീയക്കാരും തമ്മിലുള്ള കളിയാണ്. അല്ലാതെ ജനങ്ങളെ പൊട്ടനാക്കാന്ന് ഒരൊറ്റതേ ഇതില്. ഇവരിത് കൊണ്ടുവരും ചെയ്യും, PM-3 വാങ്ങും, എല്ലാം വാങ്ങും, എന്നിട്ട് പബ്ലിക്കിനെ പൊട്ടനാക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാലനാണ് പാലക്കാട് നിന്നും. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം കിരൺജി. നമസ്കാരമുണ്ട്, പറഞ്ഞു. ആദ്യം ഞാനൊരു 10-28 വർഷം ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ചാരായം, കള്ള്, വാറ്, ചുരുക്ക് എല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ മദ്യത്തിന് അങ്ങനെ കൂടി കുറഞ്ഞില്ല. ഇതൊക്കെ മദ്യം തന്നെയാണ് അല്ലേ? ബിയറായിക്കോട്ടെ, വൈനായിക്കോട്ടെ, ഇന്ന് പള്ളിയിൽ അച്ഛന്മാർ കുടിക്കുന്ന ഗീനാണെങ്കിലും അടിസ്ഥാനപരമായത് മദ്യം തന്നെയാണ്. അപ്പൊ ഇത് ശരിക്കും പറയാതിരിക്കുന്നത് ഒരു സർക്കാരുമായപ്പോ വേറെ സർക്കാർ കൊണ്ടുവന്ന സാങ്കേതികമായിട്ട് കുറെ തീരുമാനം സർക്കാർ തീരുമാനിച്ചു നീതി കുറച്ച് മദ്യം കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ തന്നെ അതിൽ എത്ര % ടാക്സ് തീരുമാനിക്കണം എന്ന് മാത്രമേ തീരുമാനിക്കാൻ പറ്റില്ല എന്നുള്ളൂ. പക്ഷെ അത് ഇവര് തുടരണമെന്നില്ല. അപ്പൊ അത് ഇവര് തുടരാൻ നോക്കി. ഇപ്പൊ ശരിക്കും വേണമെങ്കിൽ ഞാൻ പറയാം, നികുതി വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നതാണ്. കൂടിയാലോചന വേണമെങ്കിൽ വേണ്ട, എക്സൈസ് മന്ത്രി അറിയണമെന്നില്ല, ഞാൻ അറിഞ്ഞിട്ടും ചെയ്യാം. അത് ഇവരിത് പറയാൻ ഒരിക്കലും ഈ LDF എന്ന് പറഞ്ഞ സമയം ഇല്ല. കാരണം എന്ത് ചേർക്കുന്നെങ്കിൽ ഈ ധൈര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാനും കൊടുക്കാനൊക്കെ ബക്കാടി കമ്പനിക്ക് തീരുമാനിച്ചുറപ്പിച്ച ആളുകളാണ് LDF-കാര്. എന്റെ പാലക്കാട് തന്നെ എലപ്പള്ളി താലൂക്കിൽ, എലപ്പള്ളിയിൽ അറിയാലോ, കൃഷി വകുപ്പ്, റവന്യൂ വകുപ്പ്, ജലവിഭവ വകുപ്പ്, ഇതിന് 3നും മറികടന്നിട്ടാണ് ORCS കമ്പനിക്ക് മദ്യഫാക്ടറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തീരുമാനം എടുത്തത്. അവസാനം സമരം ചെയ്തു കോടതി ഇടപെട്ടാണ് തടഞ്ഞിരിക്കുന്നത്. 29 വാരം 900 വാരാക്കിയവരാണ് ഇവര് അല്ലേ? അപ്പൊ ഇതിന് അത് പറയാൻ അവകാശം ആർക്കുമില്ല. ഞാനിതിന് കുറെ കാലം പണിയെടുത്തേണ്ട പേര് കുറച്ച് ഇതിന്റെ നിരോധിക്കൊന്നും വേണ്ട, ഇതിന്റെ ലഭ്യത കുറയ്ക്കാം. പിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വീര്യം കൂടിയത് കുറഞ്ഞത് അത് വെറുതെ, അത് ആളുകളെ പറ്റിക്കാണ്. മാക്സിമം തന്നെ ലഭ്യത കുറയ്ക്കാൻ തന്നെ ഒരു ഉപയോഗം കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശരി, അദ്ദേഹത്തിന്റെ ലഭ്യത പരമാവധി കുറയ്ക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇതില് VD സതീശൻ ചെയ്തത് തീർത്തും തെറ്റാണ്. കാരണം VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, പിന്നെ ഘടകകക്ഷികളൊന്നും അറിയാതെ തീരുമാനമെടുക്കുന്നു CPM എന്നാ പറയുന്നത്. ഘടകകക്ഷി മന്ത്രിമാർ പോലും അറിയുന്നില്ല
പിന്നെ പിണറായി വിജയന്റെ ഏകാധിപത്യത്തിൽ നടക്കുന്നത്. ഇപ്പം നമുക്കറിയാം, കോൺഗ്രസിന്റെ മന്ത്രിയായ ലിജു പോലും പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. രമേശ് ചെന്നിത്തല എടുക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ല. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഒന്ന് പറയുകയും ഭരണത്തിൽ കയറുമ്പോൾ വേറൊരു ഇത് കാണിക്കുന്നത് ശരിയല്ല. പിന്നെ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത്, മദ്യം എല്ലാം ഒരേ ഇനത്തിൽപ്പെട്ടതാണ്. അത് കുടിക്കുന്ന പോലെ ഇരിക്കും. അത് കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ, ഈ വീര്യം കുറഞ്ഞ മദ്യം കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ അവന് മത്താവൂലേ? ഇല്ലാതിരിക്കുന്നില്ല. ഇപ്പൊ തൂഫാൻ എന്ന ഒരു ഇത് ഇറക്കിയിട്ട് ആ ലഹരിക്കെതിരെ പോരാടുമ്പോ ഈ മദ്യത്തെ സുലഭമായി കിട്ടുന്ന രീതിയിലേക്ക്, പിന്നെ ഈ കുടിയന്മാരെ ഇങ്ങനെ ഒരു കുടിയെന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ കുടിയന്മാരെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ ചില്ലറ പൈസ എന്നല്ല ഇവർക്ക് കിട്ടുന്നത്. കോടികളുടെ വരുമാനമാണ് ഈ. അത്ര തന്റെ ഇടം ഉണ്ടെങ്കിൽ ഈ മദ്യം നിർത്തട്ടെ, മദ്യത്തിന്റെ വില കുറയ്ക്കട്ടെ. നിർത്തണ്ട, വില കുറയ്ക്കട്ടെ. ഇല്ലല്ലോ, 251% ടാക്സ് മേടിച്ചോണ്ട് ഈ കുടിയന്മാരുടെയും ലോട്ടറിക്കാരുടെയും എല്ലാം കൂടെ ഇത് അടിച്ചുകൊണ്ടാണ് ഈ മന്ത്രിമാര് തന്നെ മുട്ടടിക്കുന്നത്. അത് ഓർക്കണം. പിന്നെ ഈ കരിമണലിന്റെ എല്ലാത്തിന്റെ ഇതിൽ പ്രതിപക്ഷത്ത് ഇരുന്നപ്പം പറഞ്ഞ ആ ന്യായമല്ല ഇപ്പോ പറയുന്നത്. ഇപ്പൊ ഒരു കാര്യം കൂടെ, ഈ തൂഫാനിൽ ലഹരി ഉപയോഗമായ പിന്നെ ഹാൻസ് പുകയില ഉൽപ്പന്നങ്ങൾ ഒക്കെ പിടിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, പുകയില ഉൽപ്പന്നങ്ങൾ പിടിപ്പിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെ ഈ തമ്പാക്ക് എന്ന് പറയുന്ന സാധനം ഈ ടൗൺ ഏരിയയിലെല്ലാം വിൽക്കുന്നുണ്ട്. അതും പുകയില ഉൽപ്പന്നം തന്നെയാണ്. അത് ഈ ഹിന്ദിക്കാർ വന്ന് അത് വിൽക്കുന്നു. മലയാളി അവിടെ നിന്ന് 4 ഹാൻസ് കൊണ്ടുവന്ന് വിറ്റ് കഴിഞ്ഞാൽ അവനെ പൊക്കുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. 4 കുപ്പി ഏതെങ്കിലും സുഖമില്ലാത്തവൻ കൊണ്ട് ബ്ലാക്കിൽ വിറ്റ് ഒരു 100 രൂപ ചിലപ്പോൾ ഉള്ള ഏരിയയിലായിരിക്കും, അവൻ ഒരു സുഖമില്ലാത്തവനായിരിക്കാം, അവൻ കൊണ്ട് വിൽക്കുമ്പോൾ അവനെ പിടിക്കുന്നു. പക്ഷേ ഈ എക്സൈസ് ഉദ്യോഗസ്ഥരും ഇവരൊക്കെ മേടിക്കുന്ന കൈക്കൂലിയാണ്, ഒന്ന് ഓർക്കണം. ഇന്ന് വരെ കർത്തരന് മേടിച്ച RC ആര് എത്ര പൈസ മേടിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഈ തൂഫാനൊക്കെ ഇറക്കുമ്പം സ്വന്തം കാര്യം കൂടെ ഒന്ന് പറയണം. ലക്ഷക്കണക്കിന് രൂപ മേടിച്ചത് അതും കൂടെ പറയണം എന്നാണ് എന്റെ വലിയൊരു ആഗ്രഹം. എന്നിട്ട് വേണം മറ്റുള്ളവനെ കുത്താൻ. അതും കൂടെ ഓർക്കണം. ജനങ്ങളെ വയറ്റത്തടിക്കുന്ന ഒരു സർക്കാരും കൂടെ ആയി മാറരുത്. ജനങ്ങൾക്കെല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഈ രീതിയിലുള്ള പ്രവർത്തികൾ പിന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു വാക്കും ഭരണത്തിലേറുമ്പോ ഒരു വാക്കും കൂടെ കൊണ്ട് നടക്കുന്നത് തീരെ ശരിയല്ല. ഇന്ന് ഞാൻ കോൺഗ്രസിന് വോട്ട് കൊടുത്ത് ഞാൻ ഖേദിക്കുന്നു. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. നമുക്ക് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ KG കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ KG കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ആദ്യ ബഡ്ജറ്റിൽ തന്നെ നടത്തിയ ഒരു പ്രഖ്യാപനം, ഈ 10% താഴെ വീര്യമുള്ള 20% താഴെ വീര്യമുള്ള മദ്യങ്ങൾക്കൊക്കെ ബിയറും വൈനും വഴിയുള്ള മദ്യത്തിന് നികുതിയിൽ ഇളവ് വരുത്തുന്നു. പക്ഷേ അത് കോൺഗ്രസ് പാർട്ടി അറിയാതെയാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഈ ഒരു കാരണവശാലും കുറഞ്ഞ പക്ഷം വകുപ്പ് മന്ത്രിയെങ്കിലും അറിഞ്ഞിരിക്കണം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്. കാര്യം മുന്നണിയിലോ പാർട്ടിയിലോ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ആ മന്ത്രിയുമായിട്ട് പോലും കൂടിയാലോചന നടത്തിയില്ല എന്നുള്ളതാ ഇപ്പൊ പുറത്തു വരുന്ന വിവരം. അതല്ല ഈ മദ്യത്തിന്റെ പിന്നെ വിൽപ്പന കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നെങ്കിൽ ഇവർ പരസ്പരം അറിഞ്ഞുകൊണ്ട് ഇത് വിവാദമാക്കിയിട്ട് മറ്റൊരു വിവാദമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയും അങ്ങനെയും ആയിരിക്കാം. പിന്നെ KC വേണുഗോപാലിന്റെ അതിർത്തിയിൽ വലിയ കാര്യമൊന്നുമില്ല. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സതീശൻ നിസ്സാര പുള്ളിയല്ല. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുവാണ്. കാര്യം ഈ ഒരു കണ്ണൂരുകാരനെ കടത്തി വെട്ടിയിട്ട് ഈ സ്ഥാനത്ത് ഈ സതീശൻ എത്തിയിട്ടുണ്ടെങ്കിൽ സതീശന് അങ്ങനെ വേണുഗോപാലിന്റെ ഉമ്മയ്ക്ക് മുമ്പിലൊന്നും വീഴ്ത്താനൊന്നും സതീശനെ അങ്ങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപാര ബുദ്ധിയും തന്ത്രവും ഉള്ള ഒരാളിന് മാത്രമേ ഈ ഒരു കണ്ണൂരുകാരനെ കടത്തി വെട്ടിയിട്ട് മുമ്പിലെത്താൻ പറ്റത്തുള്ളൂ. കാര്യം എനിക്ക് പല അനുഭവങ്ങളും എനിക്ക് വ്യക്തിപരമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ രാഷ്ട്രീയക്കാരുടെ കാര്യം മാത്രമല്ല. കാര്യം തന്ത്രത്തിന്റെ കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കടത്തിവിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷെ ഈ കുറച്ചും കൂടെ സുതാര്യമായിരിക്കണം. കാര്യം സതീശന്റെ ഇതിൽ നിന്ന് നമ്മൾ പഴയ മുഖ്യമന്ത്രിമാരിൽ നിന്നുള്ള ആ ധാർഷ്ട്യമോ അല്ല അതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. പുള്ളി കുറച്ചും കൂടി എല്ലാം ഉദാരമായിട്ട് എല്ലാം കാണിക്കും എന്നുള്ള പൊതുവെ ഒരു അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. കാര്യം ഇപ്പൊ ബസ് യാത്ര തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുത്തില്ലെങ്കിലും ഓർഡിനറിയിലെങ്കിലും ആദ്യപടിയായിട്ട് അത് കൊടുക്കുന്നുണ്ടല്ലോ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ നല്ലൊരു ഇതാണ്. കാര്യം നമ്മൾ ഈ താഴേക്കിടയിലുള്ള ആൾക്കാരുടെ പൾസ് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇനി മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ഇങ്ങനെ പരസ്പരം ഞാൻ അറിഞ്ഞില്ല കൂട്ടുത്തരവാദിത്തത്തിൽ നിന്ന് പിന്നെ വ്യതിചലിച്ചുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.
ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ കെ ജി കുമാർ. മറ്റൊരു പ്രശ്നമുണ്ട്, ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ ചന്ദ്രൻ നായർ, ഈ സർക്കാരിൻ്റെ തുടക്കത്തിലേ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കല്ലുകടിയായി ഇത് മാറുകയാണ്. കാരണം വി എം സുധീരനെ പോലെ വി ഡി സതീശനെ അനുകൂലിച്ച ഒരു നേതാവടക്കം പരസ്യമായി പറയും. സുധീരൻ്റെ നിലപാട് പണ്ടേ അങ്ങനെയാണ് എന്നറിയാം. പക്ഷേ വകുപ്പ് മന്ത്രിയും പാർട്ടിയിലുമൊന്നും ചർച്ച നടത്താതെയാണ് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് വരുത്തുന്നത്. അത് ഒരു പ്രത്യേക മദ്യ കമ്പനിക്ക് വേണ്ടിയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പോലും ഉയരുന്നുണ്ട്. സാർ നമസ്തേ. നമസ്തേ, പറഞ്ഞോളൂ. വീര്യം കുറഞ്ഞ മദ്യം ലക്ഷ്യം നല്ലതാണ് സാർ. പക്ഷെ നിർഭാഗ്യവശാൽ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പരസ്യമാക്കാതെ തന്നെ മന്ത്രിസഭയ്ക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കും ഇത് തിരുത്താമായിരുന്നു. ഇപ്പോ ജനങ്ങൾക്ക് സംസാരിക്കേണ്ട ഒരു അവസരം അവരുണ്ടാക്കിയെടുത്ത് ഭാവിയിലെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കഴിയുന്നതും മന്ത്രിസഭയിൽ തന്നെ അത് പരിഹരിച്ച് മുമ്പോട്ട് പോകണം. എന്നാൽ മാത്രമേ ജനങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ മന്ത്രിസഭയെ ഓർത്ത് ചിരിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കാതിരിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഇതൊക്കെ ഉള്ളിൽ പരിഹരിക്കേണ്ട വിഷയങ്ങൾ പരസ്യമാക്കുന്നതാതെ അവർക്ക് കഴിയണം. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, നേരത്തെ ഇടതുമുന്നണി ഇങ്ങനെ ഒരു ഇതേ മദ്യനയം ആലോചിച്ചപ്പോൾ തന്നെ അതിനെതിരെ ശക്തമായ രംഗത്ത് വന്ന ആൾ കൂടിയാണ് വി ഡി സതീശൻ. അന്ന് മദ്യക്കമ്പനികൾക്ക് വേണ്ടിയാണ് ഇടതുമുന്നണി ഇത്തരം ഒരു നീക്കം നടത്തുന്നതെന്ന് പറഞ്ഞ ആളാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം അദ്ദേഹത്തിൻ്റെ പാർട്ടി അറിയാതെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നോക്കൂ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്തത് ഈ വിഷയങ്ങൾ തന്നെ, ഇതിന് സമാനമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോലെയുള്ള ഒരു ജനകീയ സർക്കാർ ഏറ്റവും അധികം സാധാരണ ജനങ്ങൾക്ക് സഹായമായി മാറിയ പ്രകൃതി ദുരന്തം, ഞങ്ങളതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ ഇടതുപക്ഷ മുന്നണി 10 കൊല്ലം എന്ത് ചെയ്തു എന്നുള്ളത്. പക്ഷെ അതിന്റെയൊക്കെ പിൻബലം എന്ന് പറയുന്നത് നമ്മുടെ ആളോഹരി വരുമാനത്തിൽ ഗണ്യമായിട്ടുള്ള വരുമാനം ലഭിക്കുന്ന മേഖലകളാണ് ഈ മദ്യ വ്യവസായം എന്നുള്ളത് നമുക്ക് തമസ്കരിക്കാൻ കഴിയില്ല. ശ്രീ കിരൺ, നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ കേരളത്തിൽ ഈ മദ്യത്തെ ആശ്രയിച്ചുകൊണ്ട് സർക്കാരുകൾക്ക് പോകേണ്ടി വരുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എടുത്ത മദ്യനയം നമ്മൾ പഴഞ്ചൊല്ല് പറയുമല്ലോ, പഴയ കുപ്പിയിൽ പുതിയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞ് എന്ന് പറയുന്നത് പോലെ ഈ തരത്തിൽ മാത്രമേ വി ഡി സതീശനും പോകാൻ കഴിയൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കഴിഞ്ഞ 10 വർഷം എന്ത് ചെയ്തു, അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മാത്രമേ സതീശന് പോകാൻ കഴിയൂ. കാരണം നമുക്കിവിടെ കൃഷിയോ വ്യവസായമോ എന്തെങ്കിലും ഉണ്ടോ മറ്റു സംസ്ഥാനങ്ങൾ പോലെ? നമുക്ക് തനത് വരുമാനമില്ല. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് മദ്യ രാജാക്കന്മാരെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പോകാൻ കഴിയൂ. പിന്നെ എനിക്ക് പറയാൻ ഇതിനകത്ത് മറ്റൊരു വിഷയമാണുള്ളത്. ഇപ്പോൾ തന്നെ വി ഡി സതീശൻ പറയുന്നത് എന്താണ്? ലഹരി കുറഞ്ഞ മദ്യം എന്ന് പറയുമ്പോൾ വി ഡി സതീശൻ വലിയ ബുദ്ധിമാനാണെന്നാണ് കരുതുന്നത്. അദ്ദേഹം ചില ഗിമ്മിക്കുകളെ കാണിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമാനാണെന്നാണ് അദ്ദേഹം സ്വയം നടിക്കുന്നത്. കാരണം ലഹരി കുറഞ്ഞ മദ്യം എന്ന് പറയുമ്പോൾ താങ്കളും ഒക്കെ തന്നെ ഈ പൊതുസമൂഹത്തിൽ നിൽക്കുന്നവരാണ്. ലഹരി കുറഞ്ഞ മദ്യം ഒരാള് 2 പെഗ് അടിക്കുമെങ്കിൽ ലഹരി കുറഞ്ഞ മദ്യം വരുമ്പോൾ 4 പെഗ്ഗായിട്ട് അത് മാറ്റും. ഈ മദ്യത്തിന്റെ അഡിക്ഷനെ കുറിച്ച് താങ്കൾ ശ്രീ കിരണൻ അറിയില്ലേ? എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ലഹരി കുറഞ്ഞ മദ്യം ഏതാണ്ട് മഹത്തായ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശന്റെ ഭയങ്കര ആ തലച്ചോറിനകത്ത് വന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലാകത്തില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ശാസ്ത്രീയമായി പല രാജ്യങ്ങളിലും 2 തരത്തിലുള്ള അഭിപ്രായമുണ്ട്. ഈ വീര്യം കൂടിയ മദ്യം ഒഴിവാക്കി ലഹരി കുറഞ്ഞ മദ്യങ്ങൾ, കള്ളു പോലെയുള്ള മദ്യത്തിനാണ് കൂടുതൽ പ്രചാരമെങ്കിൽ മദ്യപാനാസക്തിയിലേക്ക് പോകില്ല എന്ന തരത്തിലുള്ള തരത്തിൽ ഇത് നടപ്പാക്കുന്ന രാജ്യങ്ങളുണ്ട്. അതല്ല, അങ്ങനെ നടപ്പാക്കുന്ന കൂടുതൽ ആളുകൾ ഈ മദ്യത്തിലേക്ക് വരും എന്ന് വാദിക്കുന്നവരുമൊക്കെ ഉണ്ട്. അങ്ങനെ അത് വ്യത്യസ്തമായ ചിന്താഗതിയാണ്. അതിന് രണ്ടിനെയും തള്ളിക്കളയാൻ കഴിയുന്നതല്ല നമുക്ക്. ശ്രീ കിരൺ, ഞാൻ മറ്റൊരു കാര്യം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ മദ്യത്തിന്റെ ഉപയോഗം, ഈ മദ്യം ഉപയോഗിക്കുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിന്റെ ഇത്രത്തോളം ഈ 2 വിഷയമാണ് മനുഷ്യനെ ഇതിനകത്ത് ദോഷമായിട്ട് ബാധിക്കുന്നത്. 1 ആരോഗ്യം, 2 പണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിന്റെ ഇടനിലക്കാര്, മദ്യ മാഫിയകൾ, വൻകിട കമ്പനിക്കാര്, അവരൊക്കെ തന്നെയാണ് ഇതിന്റെ ഗണ്യമായ ലാഭം കൊയ്യുന്നത്. അതിന്റെ ഒരു വലിയ ഒരു ഭാഗം സർക്കാരിലേക്ക് വരുന്നു. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. നമ്മുടെ ഇപ്പൊ പറഞ്ഞല്ലോ, നമുക്ക് മനുഷ്യന്റെ കയ്യിൽ നിന്ന് സമ്പത്ത് പോയാലും വേണ്ടില്ല, ആരോഗ്യത്തിന് സേഫ്റ്റി ലഭിക്കുവാനുള്ള മാർഗത്തെ കുറിച്ച് എന്താണ് അവർ നോക്കാത്തത്? ഞാൻ ഇനി ചോദിക്കട്ടെ, എന്റെയൊക്കെ പൂർവികരൊക്കെ തന്നെ ഇപ്പോഴല്ലേ ഈ വിദേശ മദ്യം വന്നത്? താങ്കൾക്ക് അറിയാമല്ലോ, നമ്മൾ വിദേശ മദ്യമൊക്കെ വന്നിട്ട് എന്റെ അഭിപ്രായത്തിൽ ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ
ഒക്കെ എന്റെ കൊച്ചുനാളിൽ ഒരു ബാറും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, തേനക്കര എന്നൊക്കെ പേര്, അതുകൊണ്ടൊന്നും മറക്കത്തില്ല. ഏതാണ്ട് ഒരു 10-40 വർഷം മുമ്പാണ് ഈ വിദേശ മദ്യം ഈ സുഗമമായി ലഭിക്കുവാൻ തുടങ്ങിയിട്ടുള്ളത്. അതിന് മുമ്പൊക്കെ എന്റെ പൂർവികന്റെ അപ്പൂപ്പന്മാരൊക്കെ എന്ന് പറയുന്നത് അവർ ഞങ്ങൾ കുഞ്ഞുനാളിൽ പറഞ്ഞു കേട്ട് ചിരിക്കാറുണ്ട്, കുടി എന്ന് പറയുമ്പോൾ അവർ കള്ളും അതുപോലെ തന്നെ ചാരായമാണ്. അവർക്ക് 90 വയസ്സ് വരെ ജീവിച്ചിരുന്നത്, അവർക്ക് ഒരു അസുഖവും ഇല്ലായിരുന്നു. ഞാനിത് നോക്കട്ടെ ശ്രീ കിരൺ, ഈ മാഫിയകൾക്ക് ഈ പണം സമ്പാദിക്കുവാനുള്ള സ്രോതസ് ഉണ്ടാക്കാതെ ജനങ്ങൾ സ്വന്തമായിട്ട് അവർ ഉണ്ടാക്കി കഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഗണ്യമായ ടാക്സ് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് നമ്മളെ പിന്നെ ഇപ്പം വീട്ടുകാരോ മറ്റൊക്കെ മേടിക്കുന്ന കണക്ക് മദ്യം അവന്റെ ആരോഗ്യം വിൽക്കാനൊക്കത്തില്ല. വിറ്റാൽ അവനെ അറസ്റ്റ് ചെയ്യണം. സ്വന്തമായിട്ട് നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കി അവന്റെ ആരോഗ്യം കരൾ വാടിപ്പോകട്ടെ, സ്വന്തമായിട്ട് ഉണ്ടാക്കട്ടെ. ഇതിന്റെ 10 മടങ്ങ് വരുമാനമായിട്ട് വ്യക്തികളിൽ നിന്ന് അവർ ഈടാക്കട്ടെ. ഇപ്പൊ ഞാൻ പിന്നെ എന്റെ വീട്ടിൽ സ്വന്തമായിട്ട് എനിക്ക് കച്ചവടമില്ലാതെ ഞാൻ അത് മദ്യം പിന്നെ നല്ല മദ്യം ഈ ഫ്രൂട്ട്സിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഈ സർക്കാരിന് ലഭിക്കേണ്ട 10 മടങ്ങ് ലാഭം ഈ ആളോഹരി വിഹിതമായിട്ട് നമ്മുടെ വ്യക്തികളിൽ നിന്ന് സർക്കാരിന് ഈടാക്കിക്കൂടെ? അപ്പോൾ കരള് പോകത്തില്ല. ഇപ്പൊ ഇതിനകത്ത് 2 തന്ത്രമുണ്ട്. ആശുപത്രി മാഫിയ ഇതിന്റെ പിന്നിലുണ്ട്. ഇതിൽ നിന്ന് മനുഷ്യന്റെ ആരോഗ്യം മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കട്ടെ, ഇവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞ എന്തൊക്കെ സ്വർണ്ണത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇവിടെ വൻകിട ആശുപത്രികൾ, കോടീശ്വരന്മാർ, കോർപ്പറേറ്റുകൾ ആശുപത്രി മേഖലയെ സമ്പത്ത് മുടക്കുകയാണ്. എന്തുകൊണ്ട്? എല്ലാവരുടെയും കരളും കുടലും പോയി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ല അവയവ മാഫിയ ശക്തി പിടിച്ചത് ശക്തി പ്രാപിച്ചത് എന്തുകൊണ്ടാണ്? മദ്യം മോശമായതുകൊണ്ടാണ്. എല്ലാവരുടെയും കരളും കുടലും പോയി. അതുകൊണ്ട് ശ്രീ കിരൺ, ഇപ്പൊ നമ്മൾ മദ്യപിക്കുന്നവർ വീട്ടിൽ നല്ല ഫ്രൂട്ട്സ് ഉപയോഗിച്ച് അവൻ മാറ്റി കഴിക്കട്ടെ. അത് നമ്മുടെ പഴയ പൂർവികരെ കണക്ക് അവർ 100 വർഷം ജീവിച്ചിരിക്കും. അവരെ കരളും കുടലും ഒന്നും പോകത്തില്ല. പണ്ട് ഈ പൂർവികർ 100 വർഷം ജീവിച്ചിരുന്നു. താങ്കൾ പറഞ്ഞത് ഇത്തരം ആശയങ്ങൾ പറയുന്ന പലരും ഉണ്ട്. അത് പല രാജ്യങ്ങളും അങ്ങനെ സമ്പത്ത് കണ്ടെത്തുന്നൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ കാര്യം. ഈ പൂർവികർ 100 വർഷം വരെ ജീവിച്ചിരുന്നു എന്ന് ഒന്നും ഇപ്പോഴത്തെ ആളുകൾ ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറയരുത്. അങ്ങനെയല്ല. ഇന്ത്യയിലെയും കേരളത്തിലെയും ആളുകളുടെ ജീവിത ആയുസ് അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് അത് 50 വയസ്സിന് താഴെയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 80 വയസ്സിന് മുകളിലേക്ക് വന്നത് കാലം കഴിയുന്തോറും ആളുകളുടെ ആയുസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ പൂർവികർ 1-2 പേരൊക്കെ അങ്ങനെ ജീവിച്ചിരുന്നിട്ടുള്ളൂ. മഹാഭൂരിപക്ഷം പേരും അവരുടെ 50കളിൽ തന്നെ മരിക്കുന്ന മനുഷ്യരായിരുന്നു. പകുതിയോളം മനുഷ്യരും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. ശ്രീ കിരൺ, ഇത് എത്ര നാളായിട്ട് ഈ ചർച്ച നടക്കുകയാണ്. ഞാൻ കുറച്ച് അതിശയത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ താങ്കൾ പറഞ്ഞ പോയിന്റ് പലരും ഗൗരവത്തോടു കൂടി പറയുന്ന പോയിന്റാണ്. കരൾ രോഗം എന്തുകൊണ്ട് വർദ്ധിക്കുന്നു? അതൊരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ആളുകൾക്ക് നല്ല മദ്യം ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെടുന്ന രാജ്യങ്ങളും അങ്ങനെ നിയമം ഉണ്ടാക്കുന്ന രാജ്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന രാജ്യങ്ങൾ അതുവഴി വലിയ സമ്പത്ത് നേടുന്ന രാജ്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ രാധാകൃഷ്ണനാണ് വൈറ്റിലയിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ മദ്യനയത്തിൽ ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇളവ് നൽകാനുള്ള തീരുമാനം, അതും ഏകപക്ഷീയ തീരുമാനമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. മദ്യം ആയാലും വീര്യം കുറഞ്ഞാലും കൂട്ടിയാലും ഒക്കെ മദ്യം തന്നെ. അബ്കാരി ആക്ട് അനുസരിച്ച് അതൊക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതെന്ന് വെച്ചാൽ ഈ കുട്ടികളെ ആകർഷിക്കാൻ പെട്ടെന്ന് സാധ്യത കൂടും. ഞാൻ പറയണ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോ 21 ബാറേ ഉണ്ടായുള്ളൂ. അപ്പൊ അത് തന്നെ പിന്തുടരണം. ഇന്നിപ്പോ കൂട്ടിക്കൊണ്ട് 900 ജില്ലാ ബാറുണ്ട്. അപ്പൊ ഇത് ഘട്ടഘട്ടമായിട്ട് ഒന്നിലും കുറച്ചു കൊണ്ടുവരാമെന്നാണ് ഇവര് പറഞ്ഞിരുന്നത്. അതിന് കുറച്ച് കൊണ്ടുവരണം. ഒന്നിലും മന്ത്രിസഭയിൽ ആലോചിച്ചെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. കാരണം ഇത് മിക്കവാറും ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ മദ്യം ഇങ്ങനെ ഇത് ഒത്തിരി പേരെ ആകർഷിക്കും ഈ വീര്യം കുറയുമ്പോൾ. അപ്പൊ ആകർഷിച്ചു കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തെ മയക്കുമരുന്നും മദ്യമായിട്ട് ഇങ്ങനെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലും ഒരു അശാസ്ത്രീയതയുണ്ട്. ഈ കേരളത്തിൽ എവിടെയും മദ്യത്തിൻ്റെ അളവ് ലഭ്യത വല്ലാതെ കുറയ്ക്കുന്ന സ്ഥലങ്ങളിലാണ് മയക്കുമരുന്നിൻ്റെ അളവ് വല്ലാതെ കൂടുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഏറ്റവും കൂടിയത് കോവിഡ് കാലത്ത് മദ്യശാലകൾ പൂർണ്ണമായും അടച്ചു. ആ സമയത്താണ് ഈ മയക്കുമരുന്നിലേക്ക്, ഈ രാസലഹരിയിലേക്കൊക്കെ ഈ ചാടി കുട്ടികളടക്കം കൂട്ടത്തോടെ വീഴാൻ തുടങ്ങിയതൊക്കെ ആ ഘട്ടത്തിലാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് പറയുമ്പോൾ പറയാം, പക്ഷേ ശാസ്ത്രീയമായിട്ട് അങ്ങനെ പൂർണ്ണമായും ഒരു നാട്ടിൽ നിന്ന് മദ്യം ഒഴിവാക്കി അങ്ങനെ ഒരു നാടൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെ ഈ രാസലഹരി വന്നില്ല. രാസലഹരിയുടെ വിപത്ത് അതിനേക്കാളൊക്കെ എത്രയോ വലുതാണെന്ന് ആലോചിക്കണം. ഇത് മോശം, ഇത് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ട് ഇതിൽ. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ശക്തമാണെങ്കിൽ അങ്ങനെ വരില്ല. കാരണം അന്ന് നിയമം ശക്തമാക്കിക്കൊണ്ടൊന്നും ശ്രീ രാധാകൃഷ്ണൻ രാസലഹരി ഒന്നും ഇല്ലാതാക്കാൻ കഴിയില്ല. അതിനൊക്കെ അതിശക്തമായ രീതിയിലുള്ള ജനകീയ ബോധവൽക്കരണവും ഇടപെടലും ഒക്കെ വേണം. ഞാൻ ലഹരിക്കെതിരെ പോരാടുന്നതാണ്. ലഹരിക്കെതിരെ തന്നെ എപ്പോഴും നിൽക്കണം. എന്തോരം പരാതികൾ ഞാൻ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്നെ അറിയാം ഡിപ്പാർട്ട്മെന്റിലൊക്കെ. കാരണം ഞാൻ അങ്ങനെ ഇത് ചെയ്യണതാണ്. അല്ല, താങ്കൾ പരാതി കൊടുക്കുന്ന ഈ രാസലഹരിക്കെതിരെയാണോ മദ്യത്തിനെതിരെയാണോ? രാസലഹരിക്കെതിരെ മദ്യത്തിനെതിരെ ഒക്കെ കൊടുത്തു. അല്ല, അവിടെയാണ് ശ്രീ രാധാകൃഷ്ണൻ ഞാൻ ചൂണ്ടിക്കാണിച്ചൊരു വിഷയം ഇതാണ്. ലോകത്തെവിടെയും ഈ മദ്യലഭ്യത കുറയുന്ന സമയത്ത് അവിടത്തേക്ക് ഈ രാസലഹരി അടക്കമുള്ള ലഹരി വസ്തുക്കൾ എത്താതെ സംരക്ഷിക്കുക എന്നുള്ള വലിയ വെല്ലുവിളിയാണ്. ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ താങ്കൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ താങ്കൾക്കറിയാം എങ്ങനെയാണ് കഴിഞ്ഞ കുറെ കാലത്തിനിടയിലാണ് കേരളത്തിലെ സ്കൂളുകളിലേക്ക്
ഈ പറയുന്നത് പോലെ കഴിഞ്ഞ LSD അടക്കം മറ്റേ 10 സ്റ്റാമ്പ് വർഷത്തിനുള്ളിൽ മറ്റേത് ഇത്രയും മറിച്ചത് അങ്ങനെ പ്രശ്നം എത്രയോ കുട്ടികളുടെ ഇടയിലേക്ക് ഈ രാസലഹരി ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചാൽ പോലും ജീവിതം തന്നെ നഷ്ടമായി പോകുന്ന രാസലഹരിയിലേക്ക് കേരളത്തിലെ ചെറുപ്പക്കാർ വന്നത് അടുത്ത കാലത്തല്ലേ ഇത്ര വർദ്ധിച്ച തോതിൽ വന്നത്? അത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം കൊണ്ടല്ലോ. അത് കഴിഞ്ഞ 10 വർഷം ഇതിനെതിരെ വലിയ ഇതുണ്ടായിരുന്നില്ല. കാരണം ഉദ്യോഗസ്ഥന്മാര് തന്നെ പറയുന്നതാ. കാരണം സർക്കാരിന് അത്ര കർശനമായിട്ട് ഇതിനെതിരെ ഇത് ചെയ്യണ്ടായില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞത് ശ്രീ രാധാകൃഷ്ണൻ സർക്കാർ, അതാ ഞാൻ പറയുന്നത്, സർക്കാർ മാത്രമല്ല ശ്രീ രാധാകൃഷ്ണൻ, അതെ, ഒരു സൈഡിൽ സർക്കാർ ലഹരിക്കന് ദീപം തെളിയിക്കാൻ പറയും. ആ മന്ത്രി തന്നെ 2 ആഴ്ച കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡിൽ മദ്യലഭ്യത ഉറപ്പുവരുത്തുമെന്നും പറയും. ശ്രീ രാധാകൃഷ്ണൻ, ഞാൻ അതിനകത്ത് ഒരു വിവരം കൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്. രാധാകൃഷ്ണൻ, സർക്കാരുകൾ മാത്രമല്ല, കേരളത്തിലെ കോവിഡ് വന്ന സമയത്ത് കേരളത്തിലെ മദ്യശാലകളെല്ലാം പൂട്ടാൻ വേണ്ടി ബഹളം വെച്ച ഈ മദ്യവിരോധികളും കൂടി ഈ രാസലഹരിയിലേക്ക് കേരളത്തിലെ ചെറുപ്പക്കാരെ തള്ളിവിട്ടതിൽ വലിയൊരു ഉത്തരവാദിത്തമുള്ളവർ തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. അത് അവിടുത്തെ സംവിധാനം അല്ല, സംവിധാനം അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ മദ്യശാലകൾ കൂട്ടത്തോടെ പൂട്ടി കഴിഞ്ഞപ്പോൾ അതുവരെ മദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്കെല്ലാം ചെന്നെത്തിയതാണ് ഈ രാസലഹരിയാണ്. കേരളത്തിൽ ഇത്രയും വലിയ രാസലഹരി താങ്കളുടെ ചെറുപ്പകാലത്ത് താങ്കൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു 20 വർഷം മുമ്പ് താങ്കൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കേട്ടില്ല. ഈ കഴിഞ്ഞ അപ്പോൾ അതിന് ഉത്തരവാദിത്തം ഈ എല്ലാ മദ്യശാലകളും അടയ്ക്കണം എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുന്ന ആളുകൾ കൂടി അതിന് ഉത്തരവാദിത്തം ഉണ്ടെന്നാ പറഞ്ഞത്. അതെ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾ ഒത്തിരി ഇത് ചെയ്യേണ്ട വന്നിട്ടുണ്ട്, ഒത്തിരി ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ നടപടികളൊന്നുമില്ല. പിടിക്കുന്ന ആളുകൾ ശിക്ഷിക്കുന്നുണ്ട്, അവരെയൊക്കെ വെറുതെ വിടണേന്. ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ പാൻ ഇത് തന്നെ വിൽക്കുന്നത് 10-200 രൂപയാണ് അവരുടെ ഫൈൻ എടുക്കുന്നത്. അവർ 10-27 രൂപയാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, നടക്കുന്ന സംഭവങ്ങളും കച്ചവടങ്ങളും ഒക്കെ. മുക്കിന് മൂലക്കും ഒക്കെ നടക്കണേ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും അറിയാം. പക്ഷെ കണ്ണടക്കണേ, നമ്മൾ വിളിച്ചു പറഞ്ഞാൽ പോലും അവര് പറയും അതല്ലാന്നെങ്കിൽ മറ്റേ നമ്പറിൽ ഞങ്ങൾക്കിപ്പോ വരാൻ പറ്റില്ല എന്ന് പറയും. രാധാകൃഷ്ണൻ, ഞാൻ നേരത്തെ പറഞ്ഞത്, എവിടെയെങ്കിലും ഒരു പാൻ വിൽക്കുന്ന ഒരു കടക്കാരനെ 4 പേരെ പിടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ഒരാൾ മദ്യം മേടിച്ച് 10 ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് പിടിച്ചുകൊണ്ടോ അവസാനിക്കുന്നതല്ല ഇത്. അതൊന്നും പിടിക്കണ്ട എന്നല്ല പറയുന്നത്. അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമാണ്, അതിനേക്കാൾ എത്രയോ മാരകമാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ രാസലഹരി കേരളമടക്കം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു. അത് സ്കൂൾ കുട്ടികൾക്കടക്കം ലഭ്യമാകുന്ന അവസ്ഥയുണ്ട്. അതാണ് ഒന്നാമത്തെ വിഷയവും. രണ്ടാമത്തെ വിഷയമല്ല. അതിന് പകരം ഈ വല്ലപ്പോഴും എക്സൈസുകാരുടെ എവിടെയെങ്കിലും ഒരു വാറ്റുകാരനെ പിടിച്ച് ഒരാളെ പടം പത്രത്തിൽ ഇടും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരാൾ വീട്ടിൽ കൊണ്ടുവച്ച് അയാളുടെ ഉപജീവനത്തിന് വേണ്ടി മദ്യം വിറ്റാൽ അയാളെ പിടിക്കുക. ഇതൊക്കെ ഇതുകൊണ്ട് ഇതൊന്നും അവസാനിപ്പിക്കാൻ കഴിയില്ല. വലിയ ആളുകൾ വമ്പൻ സ്രാവുകൾ അവിടെ നിൽക്കുകയാണ്. എറണാകുളത്ത് വമ്പൻ സ്രാവുണ്ട്. എറണാകുളത്ത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ കേന്ദ്രമുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്നത് ഈ അവിടെ നിന്ന് നിൽക്കുന്ന പാൻ കടക്കാരനെ മറ്റവരും പിടിച്ചില്ല എന്നുള്ളതല്ലേ നിങ്ങളുടെയൊക്കെ പരാതി? അതല്ല, വലിയ ആളെ പിടിച്ചിട്ടില്ല. ഞാനതല്ല ഇപ്പോഴും പറയണം. പിടിക്കുന്ന ആളുകള് ചെറിയ ആളുകളാണ്. വലിയ ഇതിന് പിടിക്കാനുള്ള വലിയ ആളുകളെ എല്ലാവർക്കും അറിയാം. ഇവിടെയുള്ള ഈ എറണാകുളത്ത് ജില്ലയിൽ തന്നെയുള്ള വലിയ ആളുകളെ എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും പിടിക്കുന്നില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും എല്ലാരും പോയിട്ട് ഇയാളുടെ റിസോർട്ടിലും മറ്റുമൊക്കെ കിടക്കണേന്ന് ലഹരിയായിട്ട്. ഇത് പിടിച്ചിട്ടുമുണ്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എപ്പോഴും അത്തരം വലിയ വമ്പൻ സ്രാവുകൾ പലപ്പോഴും രക്ഷപ്പെടുകയും ചെറിയ ചെറിയ കുറ്റവാളികളെയൊക്കെ പിടിച്ച് അതാണ് ഇവിടുത്തെ ലഹരിക്കെതിരെ പോരാട്ടമെന്ന് വരുത്തി തീർക്കുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ അതിനൊക്കെ മാറ്റം വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ശ്രീ സജീവ് കുമാറാണ് കൂത്തുപറമ്പിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സജീവ് കുമാർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ. ഇത് ആരുദ്ദേശിച്ചാണ് ഈ വീര്യം കുറഞ്ഞ മദ്യം ഇറക്കുന്നത്? താങ്കൾ പറഞ്ഞോളൂ. ആരുദ്ദേശിച്ചാണ് ഈ വീര്യം കുറഞ്ഞ? കുട്ടികൾ ഉദ്ദേശിച്ചിട്ടാണോ അതോ സ്ത്രീകൾ ഉദ്ദേശിച്ചിട്ടാണോ? ഞാനോ കിരൺ സാറോ വീര്യം കുറഞ്ഞ മദ്യം കഴിക്കൂലല്ലോ. അതെന്താ അങ്ങനെ? വീര്യം കുറഞ്ഞ മദ്യം കഴിക്കുന്നതിന് താല്പര്യമുള്ളവർ കഴിച്ചൂടെ? അല്ല, ഞാനും നിങ്ങളും കഴിക്കൂലല്ലോ എന്തേലും. അതെന്തിനാണ് അങ്ങനെ പറയുന്നത്? വീര്യം കുറഞ്ഞ മദ്യം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വീര്യം കുറഞ്ഞ മദ്യം കഴിച്ചുകൂടെ? അങ്ങനെ ഇന്ന ആളെ ഉദ്ദേശിച്ചാണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? ഞങ്ങളെ ഇത് പേശി മറന്നു പോയില്ലേ? എങ്ങനെയാണ്? വീര്യം കൂടിയിട്ട് കേട്ടില്ല. വീര്യം കൂടിയിട്ട് കഴിച്ച മദ്യം കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി ഏടിയ വീര്യം കുറഞ്ഞ മദ്യം കഴിച്ചാൽ ഇങ്ങൾക്കും എനക്കും ഏടി നടക്കുക? അതിനെ കുറിച്ച് എനിക്കറിയില്ല ശ്രീ സജീവ് കുമാർ. ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങളല്ലേ. ചിലർ വീര്യം കുറഞ്ഞ മദ്യം കുടിക്കും, ചിലർ വീര്യമുള്ള മദ്യം കുടിക്കും, ചിലർ മയക്കുമരുന്ന് ഉപയോഗിക്കും. അങ്ങനെ ഓരോരുത്തരുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമല്ല. അല്ലാതെ ആരും അത് ഉപയോഗിക്കില്ല എന്നല്ലേ. ഓരോ തരത്തിലെ മദ്യത്തിനും ബിയർ ഉപയോഗിക്കുന്ന ആളുകൾ എത്രയോ പേരുണ്ട്. അതല്ല, അവർക്ക് ബിയർ പോരാ, കൂടുതൽ വീര്യമുള്ള മദ്യം കഴിക്കണം, അല്ല ഇന്ന ബ്രാൻഡ് തന്നെ കഴിക്കണം എന്നൊക്കെ വാശി പിടിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മദ്യം ഉപയോഗിക്കുന്ന ആളുകളില്ലേ? കിരൺ സാറെ, ഒരു മദ്യപാനിയും വീര്യം കുറഞ്ഞ മദ്യം കഴിക്കാൻ താല്പര്യപ്പെടൂല.
ശ്രീ സഞ്ജീവ് കുമാർ, അങ്ങനെയല്ല. ഇന്ത്യയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിനും വലിയ വിപണിയുണ്ട്, വൈൻ അടക്കമുള്ള മദ്യത്തിന് വലിയ വിപണിയുണ്ട്. അതെ, അല്ല ഞാൻ താങ്കളോട് പറഞ്ഞോട്ടെ, താങ്കൾ ഉദ്ദേശിക്കുന്നത്, എനിക്ക് താങ്കൾ ഏത് തരത്തിൽ മദ്യപിക്കുന്ന ആളാണെന്ന് എനിക്കറിയില്ല. ഞാൻ വിപണിയുടെ കണക്കാണ് പറഞ്ഞത്. വിപണിയിൽ വളരെ വീര്യം കുറഞ്ഞ വൈൻ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ വീര്യം മാത്രമുള്ള വൈനിന്റെ വിപണി ഇന്ത്യയിൽ വളരെ വലുതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ്. ചിലർക്ക് അടിച്ച് ബോധമില്ലാതെ കിടക്കാൻ വേണ്ടിയായിരിക്കും കഴിക്കുന്നത്, ചിലരൊരു ചെറിയ ലഹരിക്ക് വേണ്ടിയായിരിക്കും കഴിക്കുന്നത്, ചിലർക്ക് അതിനേക്കാൾ വലിയ ലഹരി വേണമായിരിക്കും. അതുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യം ആളുകൾ മേടിക്കത്തില്ല, വീര്യമുള്ള മദ്യമേ മേടിക്കൂ, അങ്ങനെയൊന്നുമില്ല. എല്ലാ തരം മദ്യത്തിനും ഇന്ത്യയിൽ വ്യാപകമായ വിപണിയുണ്ട്. ഇന്ത്യയിലല്ല, എല്ലാ രാജ്യത്തും ഉണ്ട് സാറേ. വൈനും ബീറും ഉണ്ട്, ബീറിൽ തന്നെ സ്ട്രോങ്ങും ഉണ്ട്, പ്രീമിയം ഉണ്ട്. പറഞ്ഞോളൂ, താങ്കൾ ഉദ്ദേശിക്കുന്നതാണ് പറഞ്ഞോളൂ സാറേ. ബീറിൽ തന്നെ പ്രീമിയം ബീറും ഉണ്ട്, സ്ട്രോങ് ബീറും ഉണ്ട്, രണ്ടു തരം ബീറുണ്ട്. അപ്പൊ ഈ കൂടുതൽ ഇത് വേണ്ട ആൾക്കാർ സ്ട്രോങ് ബീർ വാങ്ങും, സാധാരണ ആൾക്കാർ പ്രീമിയം ബീർ വാങ്ങും. അതേപോലെ നിങ്ങൾ പറഞ്ഞ പോലെ വൈനും ഈ ഈ ഈ ഈ മദ്യം ഇറക്കുന്നത്, വീരം കുറഞ്ഞ മദ്യം ഇറക്കേണ്ട ആവശ്യം എന്നാ? സ്ത്രീകൾ ഉദ്ദേശിച്ചിട്ടാണോ കുട്ടികൾ ഉദ്ദേശിച്ചിട്ടാണോ? ശ്രീ സജീവ് കുമാർ, ഞാൻ അതാണ് നേരത്തെ തന്നെ പറഞ്ഞത്. ഓരോ ആളുകളെയും താങ്കളുടെ ഒരു ശീലം വെച്ചോ അല്ലെങ്കിൽ താങ്കളുടെ അറിയാവുന്ന ആളുകളുടെ ശീലം വെച്ചോ എല്ലാവരെയും അളക്കരുത്. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്, വൈൻ അടക്കമുള്ള മദ്യത്തിന് വലിയ തോതിലുള്ള വിപണി ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിലും പുറം രാജ്യങ്ങളിലും എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. അല്ലാതെ അത് കുട്ടികളാണ് കുടിക്കുന്നത്, സ്ത്രീകളാണ്, അങ്ങനെയൊന്നുമില്ല. വലിയ വീര്യമുള്ള മദ്യം കുടിക്കുന്ന സ്ത്രീകളും വീര്യമുള്ള മദ്യം കുടിക്കുന്ന കുട്ടികളും ഒക്കെ ഉണ്ട്, വീര്യം കുറഞ്ഞത് ഉപയോഗിക്കുന്ന പ്രായമായ പുരുഷന്മാരും ഒക്കെ ഉണ്ട്. അതൊക്കെ നാട്ടിൽ ഇപ്പോഴും തന്നെ ഉള്ള ആളുകളാണ്. കിരൺ സാർ, ഇവിടെ ഇപ്പൊ നിലവിൽ വൈൻ ഉണ്ടല്ലോ, ബീർ ഉണ്ടല്ലോ, പറഞ്ഞോളൂ. അതിന് പുറത്ത് എന്തിനാ പിന്നെ വീര്യം കുറഞ്ഞ മദ്യം ഇറക്കുന്നത്? ആരെ ഉദ്ദേശിച്ചിട്ടാണ്? അത് എനിക്കറിയില്ല ആരെ ഉദ്ദേശിച്ചാണ്. വിപണിയിൽ എന്തായാലും ഏത് മദ്യം ഇറക്കിയാലും ആളുണ്ട്, അതായിരിക്കും അവരുടെ ഉദ്ദേശം. അല്ലാതെ അതിപ്പോ അതല്ല, ഞാൻ സാറോട് ചോദിക്കുന്ന ചോദ്യം എന്നറിയാം. ഈ വീര്യം കുറഞ്ഞ മദ്യം ഇപ്പൊ നിലവിലുണ്ട്, അതിനേക്കാളും വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളതാണല്ലോ 5 മുതൽ 10% വരെ എന്നുള്ള തരത്തിലുള്ള ബിയറും വൈനും അല്ലാത്ത മദ്യം ഇറക്കുക എന്നുള്ളതാണല്ലോ ഇവർ ഉദ്ദേശിക്കുന്നത്. അത്തരം മദ്യം ഇന്ത്യയിൽ മറ്റു പല സംസ്ഥാനങ്ങളിൽ ലഭ്യമാണ്. ശ്രീ സജീവ്, അങ്ങനെയാണെങ്കിൽ സ്കൂൾ ക്യാൻറ്റീനിലൂടെ ഇത് വിൽക്കണോ? സ്കൂൾ ക്യാൻറ്റീൻ വിൽക്കുന്നത് ശ്രീ, പിന്നെ വീര്യം കുറഞ്ഞ മദ്യം ഇതായിരിക്കും വേണ്ടിട്ട് പിന്നെ ഉത്പാദിപ്പിക്കുന്നത്. സജീവിന്റെ പ്രശ്നം വീര്യം കുറഞ്ഞ മദ്യം വേണ്ട, വീര്യം കൂടിയ മദ്യം മാത്രം മതി എന്നാണോ? സാറേ, ആ ലെവലിൽ അങ്ങ് പോട്ടെ. ശരി സജീവ്, എന്തായാലും സജീവിന്റെ അത്ര വീര്യം കൂടിയ മദ്യം കഴിക്കാൻ താല്പര്യമില്ലാത്ത മനുഷ്യരും ലോകത്തുണ്ട്. അതുകൊണ്ട് ഏത് മദ്യമായാലും അപകടകരമാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ വീര്യം കൂടിയത് മാത്രമേ ഇറക്കാവൂ, വീര്യം കുറഞ്ഞത് ഇറക്കരുതെന്ന് പറയുന്ന ഒരു വിചിത്രമായ വാദമായിട്ടാണ് തോന്നിയത്. അല്ലെങ്കിൽ വീര്യം കൂടിയത് ഒഴിവാക്കണം, വീര്യം കുറഞ്ഞത് മാത്രമേ ഇറക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്തൊരു ചെറിയ ന്യായമുണ്ട്. പക്ഷേ തിരിച്ചൊരു ന്യായം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കണ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്തേ സാർ. നമസ്തേ, പറഞ്ഞോളൂ. സാറേ, ഈ ഇപ്പൊ നമുക്ക് പറയാം, മദ്യനിരോധനം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. കാരണം വെച്ചാൽ മദ്യം നമുക്കറിയാം പല മേഖലകളിലും കിട്ടാതെ വന്നപ്പോൾ ഈ കൊറോണ സമയത്തൊക്കെ ഇവിടെ എന്തുമാത്രം മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അവര് ലഹരിക്ക് വേണ്ടി പല വഴി കൂടുകയും ചെയ്തു. പക്ഷെ ഇപ്പം ഞാൻ ഒരു ടൂറിസം മേഖലയിലാണ്. ഞാൻ നേരത്തെയും പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ നമ്മുടെ പല ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾ, മലപ്പുറം, കോഴിക്കോട്, ഈ ഭാഗത്ത് നിന്ന് ഒരു പ്രാവശ്യം ഒരു 10-15 പേര് വന്നു. കുട്ടികൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടുള്ളവർ, അവർ വന്ന് കയറിയപ്പോൾ നല്ല കുട്ടികളായിരുന്നു. അപ്പം നമ്മൾ മറ്റുള്ളവരൊക്കെ വരുമ്പം മിക്കവരും ബിയറും അല്ലെങ്കിൽ ലിക്കറൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നതാണ്. പക്ഷെ ഇവര് അവരുടെ ഒന്നുമില്ല, ബിയറോ ലിക്കറോ ഒന്നും. അപ്പം ഞാൻ വിചാരിച്ചു നല്ല കുട്ടികളല്ലേ ഇവര്. നമ്മൾ അങ്ങ് യാത്ര കഴിഞ്ഞപ്പോൾ കുറച്ചങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവർ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി, അതായത് രാസലഹരിയിൽ. അപ്പം കഞ്ചാവുണ്ട്, മറ്റ് പല ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവര് വിശ്വാസത്തിൽ അവര് കറക്റ്റ് ആ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ നമ്മള് മതത്തിന്റെ ആയിട്ടുള്ള പറയല്ല. അപ്പം ഈ നമ്മള് ഈ ബോധവൽക്കരണം ഇത് വലിയ തോതിൽ വേണം. പക്ഷെ മദ്യം നിർത്തലായി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാത്തതിലും അപ്പുറം അപകടമാണ്. പിന്നെ ഈ ലഹരി കുറഞ്ഞ മദ്യം കൊടുത്ത് അത് കുടിച്ച് പിന്നെ അടുത്ത സ്റ്റാൻഡിലേക്ക് കുട്ടികളായാലും വലിയവരായാലും കുടിക്കാത്തവര് ആദ്യം ലഹരി കുറഞ്ഞത് കുടിക്കും, പിന്നീട് അത് മേലോട്ട് മുന്നോട്ട് പോകും. അപ്പൊ കുടിയന്മാരെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു എണ്ണം കൂട്ടുക എന്നുള്ളതാണ് ഈ ഇതിപ്പം കൊണ്ട് നടപ്പിലാക്കാൻ പോകുന്നത്.
ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഇന്ന് സാധാരണ താമസിച്ച് വരുന്ന കൃഷ്ണൻകുട്ടിയാണ് ഇന്ന് ആദ്യ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. നമസ്കാരം സുഹൃത്തുക്കളെ എന്ന് പറയുന്നു. ഈ ചാനൽ അതൃപ്തി പറയുന്ന അല്ലാതെ മന്ത്രിമാരാരും ജനങ്ങളോടും അല്ലാതെയും അതൃപ്തി പറയുന്നതും കണ്ടില്ല എന്ന് ജയകുമാർ പറയുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്താതെയാണ് ചർച്ച മുന്നോട്ട് പോകുന്നത് എന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. ശ്രീ AK കൃഷ്ണൻകുട്ടി, താങ്കൾ വിളിച്ച് വെളിപ്പെടുത്തിക്കോളൂ. മദ്യം ഒരു ദ്രാവകമാണ്, മറ്റു പദാർത്ഥങ്ങളും എളുപ്പത്തിൽ അലിഞ്ഞു ചേരാൻ സാധ്യതയുള്ള ഒരു ദ്രാവകമാണ്, കരളലിയിക്കുന്ന പാനീയമാണ് എന്ന് വൈദ്യശാസ്ത്രം അനുസരിച്ച് പറയുകയും ചെയ്യാം എന്ന് ഡോക്ടർ MB മണി ചൂണ്ടിക്കാണിക്കുന്നു. മന്ത്രി തന്നെ അറിഞ്ഞില്ല, അപ്പോൾ പിന്നെ അതിൽ തന്നെ ഒരു ഗൂഢാലോചനയില്ലേ എന്ന് ഗൗതം ചോദിക്കുന്നു. സതീശൻ ഒറ്റയാനായി പോകുന്നുണ്ടോ എന്ന് സംശയം, പല വകുപ്പുകളിലും കയറി ഇടപെടുന്നുണ്ടെന്ന് മുരളി പറയുന്നു. ഐക്യമില്ലാത്ത ഐക്യമുന്നണി കേരളം ഭരിക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും, ഇവർ തൂഫാനാകാൻ അധിക കാലമില്ല എന്നൊക്കെ സന്തോഷ് പരിപായി പറയുന്നു. സന്തോഷ് പരിപായി ഒന്ന് വെയിറ്റ് ചെയ്യൂ, അവരൊരു സർക്കാരോട് കയറിയതല്ലേ ഉള്ളൂ. ഇപ്പം തന്നെ താങ്കൾ ഇങ്ങനെയൊക്കെ കടുത്ത ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കാതെ 5 വർഷത്തേക്കല്ലേ ഒരു സർക്കാരിനെ കയറ്റുന്നത്. അജിത് കുമാർ മാറോളി പറയുന്നു, പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിന് പകരം സ്പിരിറ്റ് ഇവിടെ തന്നെ ഉണ്ടാക്കാൻ ഡിസ്റ്റിലറി സ്ഥാപിക്കാൻ LDF സർക്കാർ തയ്യാറായപ്പോൾ പ്രതിഷേധം നടത്തിയവരാണ് UDF എന്നത് ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നു. VC തോമസ് പറയുന്നു, തെരഞ്ഞെടുപ്പിന് മുമ്പ് വിസ്മയങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞ സതീശൻ ഇതൊക്കെയാണ് വിസ്മയങ്ങളെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി, അടിക്കടി യഥാർത്ഥ ഇടതുപക്ഷം ഞാനാണെന്ന് വീമ്പടിക്കുന്നു എന്നും പറയുന്നു. ജയകുമാർ പറയുന്നു, വീര്യം കുറഞ്ഞ മദ്യം കഴിഞ്ഞ സർക്കാരാണ് കൊണ്ടുവന്നത്, തുടർഭരണമായതുകൊണ്ടാണ് നടപ്പാക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞു. ജയകുമാർ, അങ്ങനെ കഴിഞ്ഞ സർക്കാർ വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവന്നില്ല. കൊണ്ടുവരാനുള്ള ആലോചന വന്നപ്പോൾ അതിനെതിരെ അതിശക്തമായി എതിർത്ത ആളാണ് VD സതീശൻ. അതേ VD സതീശൻ തന്നെയാണ് ഇപ്പോൾ അതേ നയം ബജറ്റിൻ്റെ രൂപത്തിൽ അവിടെ പ്രഖ്യാപിച്ചത് എന്നതുകൂടി താങ്കൾ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. റേഷൻ കടകൾ വഴി മദ്യം ഇനി എന്നാണാവോ എത്തുക എന്ന് മുരളി ചോദിക്കുന്നു. ശ്രീ മലപ്പുറംകാരുണ്ടോ എന്ന് ആഷിഖ് ചോദിക്കുന്നു. എന്തായാലും വീണ്ടും ചില ഇതൊരു സ്റ്റാർട്ടപ്പായി കൂട്ടിയാൽ മതി, വളർന്നു വരുന്ന യുവതലമുറയ്ക്കായി സതീശൻ വക സ്റ്റാർട്ടപ്പ്, കുറഞ്ഞതിൽ തുടങ്ങി കൂടിയതിലെത്താനുള്ള സ്റ്റാർട്ടപ്പ് എന്നാണ് സുനിൽകുമാർ പറയുന്നത്. ജയകുമാർ പറയുന്നു, സുനിലെ രാമലക്ഷ്മണന്മാരെയും സീതയും തൻ്റെ പാർട്ടിക്കാർ മൊത്തത്തിൽ വിറ്റ് തിന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരിക്കും വീര്യം കുറഞ്ഞത് എന്ന് മുരളി പറയുന്നു. സുൽകുമാർ പറയുന്നു, ജയൻ ചേട്ടൻ ഇതെല്ലാം കഴിഞ്ഞ സർക്കാർ എന്ന് പറഞ്ഞ് ന്യായീകരിക്കരുത്, ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ വീഴ്പ്പലക്കറാണോ നിങ്ങളെ ജനം തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുന്നു. AK കൃഷ്ണൻകുട്ടി, UDF എന്ന് സതീശൻ പറഞ്ഞതിനെ മുഖവിലേക്ക് എടുത്തവരെ കളിയാക്കുന്ന പണിയാണ് നടന്നത് എന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. ഗൗതം പറയുന്നു, സമരത്തിന് നേരെ ചെളിവെള്ളമാണ് എടുത്തൊഴിച്ചത്, ചെളിവെള്ളമാണ് ചീറ്റിയത് ഗൗതം. അത് ആ വിഷയമല്ലോ ശ്രീ ഗൗതം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. സമരത്തെയൊക്കെ ഈ സർക്കാരായാലും കഴിഞ്ഞ സർക്കാരായാലും മോശമായി നേരിടുന്നത്, ഏത് സമരത്തെ നേരിട്ടാലും കഴിഞ്ഞ സർക്കാരൊക്കെ മോശമായി നേരിട്ടതിൻ്റെ കൂടി ഫലമാണ് ഇപ്പോഴത്തെ ഒരു സർക്കാർ. അപ്പോൾ ആ സർക്കാർ കുറേ കൂടി ജാഗ്രത പാലിക്കണം. വഴിയിൽ നിന്ന ഒരു KSU നേതാവിന് അനായാസം ഒരു ഇടത് മണ്ഡലത്തിൽ MLA ആവാൻ കഴിഞ്ഞതൊക്കെ സമരത്തെ നേരിട്ട രീതി കൊണ്ട് കൂടിയാണ്. ആ ഒരു ഓർമ്മ ഏത് സർക്കാരും എപ്പോഴും വേണം. സമരക്കാരായാലും അവർ സമരം ചെയ്യുന്നത് പൊതുജനത്തിന് വേണ്ടിയാണ്. അവരുടെ സമരം സമാധാനമായി നടക്കുമ്പോൾ അതിനെ അടിച്ച് ഒതുക്കുന്നത് ശരിയായ രീതിയായി കേരളം അംഗീകരിക്കില്ല. 1 മാസത്തെ ഭരണം കൊണ്ട് UDF ജനത്തെ പറ്റിക്കുകയാണെന്ന് വിളിച്ചു പറയുന്നുവെന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു. ഇനി റേഷൻ കടയിലും പെട്ടിക്കടയിലും കിട്ടാനുള്ള ഏർപ്പാട് കൂടി ചെയ്തു തരണം എന്ന് പറയുന്നു. VC തോമസ്, കോളേജിൽ പഠിക്കുന്ന സ്ത്രീകൾക്ക് 1000 രൂപ മാസം കൊടുക്കുമ്പോൾ ആൺപിള്ളേർക്ക് സന്തോഷിക്കാൻ വീര്യം കുറഞ്ഞ മദ്യം 2 കൂട്ടർക്ക് നിർത്തിയായല്ലോ എന്ന് പറയുന്നു. VC തോമസ്, അങ്ങനെ ആണും പെണ്ണും എന്നൊന്നുമില്ല പുതിയ തലമുറയിൽ. അങ്ങനെ മദ്യം കഴിക്കുന്നതിന് ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമൊന്നും ഇപ്പോഴില്ല. ജയകുമാർ, ഇത്രയും കാലം പിണറായി ജനങ്ങളെയും പുറത്തു ചീറ്റിയത് പനിനീരായിരുന്നു എന്ന് ജയകുമാർ ചോദിക്കുന്നു. 1000 കൊടുത്തില്ല, വെറും വാചകത്തിൽ നിൽക്കുകയാണ്. എന്തായാലും അത്തരം ചർച്ചകളൊക്കെയാണ് ഇവർ തമ്മിലുള്ള ചില അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പോരുകൾ. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ബാറിൻ്റെ എണ്ണം കൂട്ടിയെന്ന് ആക്ഷേപിച്ച് ഇപ്പോൾ വീര്യം കുറച്ച് വിൽക്കാൻ പോകുന്നു. എന്താണ് ഇതിൻ്റെ ലോജിക്കൊന്നും മനസ്സിലാകുന്നില്ല. രഘുനന്ദനൻ തിരുവില്ലാമരമാണ് പുതുതായി എഴുതുന്ന. ശശിരംപിള്ള പറയുന്നു, 54 മാസം വേണ്ടി വന്നു 400 രൂപ പെൻഷൻ കൂട്ടാൻ, അവരാണ് 3000 ഒരു മാസമായപ്പോഴേക്കും കൊടുത്തേ പറ്റുമെന്ന് പറയുന്നു. അന്ന് 400 കിട്ടിയതിന് മണിയാശാൻ്റെ പൂരത്തെറിയും കേട്ടു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വേറെ ഇനി പുതിയ ആളുകളുടെ കമൻറ്റുകൾ പ്രധാനമായും വായിക്കാം. വീര്യം കുറഞ്ഞ മദ്യം എന്ന ഒന്ന് ഇല്ല, ടാക്സ് പക്ഷേ 251% തന്നെ ആയിരിക്കണം എല്ലാ തരം ലിക്കറിനും. സതീശൻ്റെ 101% ടാക്സ് ആണെങ്കിൽ അത് പാവം ബിഗിനേഴ്സിനുള്ള ഒരു അപ്രൻറ്റീസ് പീരീഡാണ്. ഈ മംഗ്ലീഷിൽ എഴുതിയാൽ വലിയ പ്രയാസമാണ് കേട്ടോ. ദയവ് ചെയ്ത് ഒന്നുകിൽ മലയാളത്തിൽ എഴുതുക അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുക. എന്നാലും അങ്ങനെ കുറേയേറെ കമൻറ്റുകൾ കൂടിയുണ്ട്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങി വരാം. കേരളത്തിൽ ആദ്യ ബജറ്റിൽ ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനത്തിൽ
വീര്യം കുറഞ്ഞ വൈൻ, ബിയർ ഒഴികെയുള്ള മദ്യത്തിൻ്റെ 251% നികുതി 120%, 175% കുറയ്ക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്ന് ഉണ്ടായ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളോ കോൺഗ്രസ് പാർട്ടിയോ ഒന്നും അറിഞ്ഞായിരുന്നില്ല അത്തരമൊരു നയമാറ്റം ഉണ്ടായത്. ഇതിൽ ഏറെക്കുറെ അതിർത്തി പല കോണുകളിൽ നിന്ന് ഉയർന്നു കാണാം. VM സുധീരനെ പോലെയുള്ള നേതാക്കൾ പരസ്യമായി തന്നെ പറയുന്നു, KC വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കൾ പരോക്ഷമായി പറയുന്നു. എന്തായാലും എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ല എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീ രാജനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. അപ്പൊ ഇതിലിപ്പോ നമ്മൾ പ്രത്യേകിച്ച് അതിശയിപ്പിക്കാനൊന്നുമില്ല. കാരണം വെച്ചാൽ നേരത്തെ 2 രാധാകൃഷ്ണന്മാർ സംസാരിച്ചതിൽ ഫസ്റ്റ് രാധാകൃഷ്ണൻ സംസാരിച്ച ഒരു വിഷയമുണ്ട്. കാരണം വെച്ചാൽ പണ്ട് കാലത്ത് ഇങ്ങനെ മദ്യം എന്ന് പറയുമ്പോൾ അത്യാവശ്യം കഴിച്ചിരുന്ന ആൾക്കാർക്ക് വേറെ ശരീര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വളരെ ശരി തന്നെയാണ്. കാരണം അത് അനുഭവത്തിൽ കുറെ അറിയുന്നുണ്ട്. പിന്നെ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുമ്പോൾ മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തിനാണ് കഴിക്കുന്നത്? അപ്പൊ അതിൽ ചിലപ്പോൾ 1 പെഗ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, 2 പെഗ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, 6 പെഗ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതിന് വീര്യം കുറച്ചിട്ട് ജനങ്ങളെ പിഴിയുക എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവർക്ക് കിട്ടുന്ന നേട്ടം, അല്ലാണ്ട് ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ LDF ഗവൺമെന്റ് ഇത് പ്രാവർത്തികമാക്കിയപ്പോ ഇത് ശരിയല്ല, ഇത് അഴിമതിയാണ്, ആനയാണ് കുതിരയാണെന്ന് പറഞ്ഞ് അതിനെ വിമർശിച്ച സതീശൻ ഇന്ന് അതിനോടൊപ്പം നിൽക്കുന്നു. അതുപോലെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയെ അറിയിക്കാത്ത തന്നിഷ്ടം, ധാർഷ്ട്യം, ഇതല്ലേ അപ്പൊ അദ്ദേഹം ചെയ്യുന്നത്? ഒരു കൂട്ടായ ആലോചന, നല്ല രീതിയിൽ നല്ല കാര്യങ്ങളാണ്, ജനപ്രിയമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനോട് നമ്മൾ യോജിക്കാൻ എപ്പോഴും തയ്യാറാണ്. ഇത് ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ അഹങ്കാരിയുടെ മനോഭാവമാണ് സതീശൻ ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ അയാൾ പരമാവധി ശ്രദ്ധിക്കണം എന്നാണ് എനിക്കിത് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം കാര്യത്തിൽ വ്യക്തമാണ്. കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടി, നമ്മളെന്തോ ചർച്ച ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല എന്ന് താങ്കൾ പറഞ്ഞു. ആ ചർച്ച ചെയ്യാതില്ലെന്ന് താങ്കൾക്ക് ആക്ഷേപമുള്ള കാര്യങ്ങൾ താങ്കൾക്ക് പറയാം. ചരിത്രം വേണ്ട, ആ കാര്യങ്ങൾ പറയാം ആദ്യം. നമസ്കാരം. നമസ്കാരം. അതായത് LDF സർക്കാർ ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന് ഉദ്ദേശിച്ചിരുന്നത് ഈ പഴങ്ങളിൽ നിന്നും കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ചാല് കർഷകർക്ക് സഹായമാകുമല്ലോ എന്ന് വിചാരിച്ച രീതിയിൽ ചിന്തയാണ് നടന്നിരുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഈ കാര്യം ചർച്ചയിൽ വന്നില്ല എന്ന് പറഞ്ഞ കാര്യം അതാണ്. അപ്പൊ അതനുസരിച്ച് പിന്നെ കണ്ണൂർ ഏതോ ആൾക്ക് പിന്നെ സൊസൈറ്റിയോ ആരൊക്കെ ഇതുപോലുള്ള മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പൊ അങ്ങനെ അതിനുവേണ്ടി മാത്രം വിചാരിച്ച ഒരു പരിപാടി ഈ മദ്യമൊന്നും ആൽക്കഹോളിക് ആയിട്ടുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് കടക്കുക എന്നുള്ളത് ഇടതുപക്ഷ സർക്കാരിന്റെ നയമായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത് കാര്യം. ഒരു ചെറിയ സംശയം. ഒരു സർക്കാർ ഒരു മദ്യനയം ഉണ്ടാക്കുന്നു, 5%, ഇതിനകത്ത് പറയുന്ന 5% മുതൽ 10% വരെയും 10%, 20% വരെയും വീര്യമുള്ള മദ്യം എന്ന് പറയുന്നു. അപ്പോൾ അത് പഴങ്ങളിൽ നിന്നുണ്ടാക്കിയ മദ്യം എന്ന് പറയുന്നത് എല്ലാ മദ്യവും ഏതെങ്കിലും ധാന്യത്തിൽ നിന്നൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ആ മദ്യമേ പറ്റൂ, മറ്റേ മദ്യം പറ്റില്ല, അങ്ങനെ ഒരു നിയമത്തിൽ വെക്കാൻ കഴിയില്ലല്ലോ. അവർ ഗോതമ്പ് ഉളിപ്പിച്ചുണ്ടാക്കുന്ന ഒരു മദ്യം ഉണ്ടാക്കിയിട്ട് അതിന് ഈ വീര്യം ഉണ്ടെങ്കിൽ അവരെ നിയമപരമായി നിൽക്കട്ടെ. അല്ലാതെ LDF സർക്കാർ ഉണ്ടാക്കുമ്പോൾ അത് കർഷകരെ സഹായിക്കാനാണെന്നും മറ്റവർ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്നും അതെങ്ങനെയാണ് 2 തട്ടിൽ ഇളക്കാൻ കഴിയുക? അങ്ങനെയാണ് ഇടതുപക്ഷ സർക്കാർ തയ്യാറാക്കിയ പദ്ധതി എന്നാണ് പറഞ്ഞിരുന്നത്. അത് ഇതെല്ലാം പറഞ്ഞ് കേൾവിയല്ലേ, നമ്മൾ പുറമേക്ക് പറയുന്നതല്ലേ, അല്ലാതെ ഒരു നിയമം ഉണ്ടാക്കി അങ്ങനെ പറ്റില്ലല്ലോ. അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചന ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ കാർഷികോൽപ്പന്നങ്ങളും പഴങ്ങളിൽ നിന്നുണ്ടാക്കുന്ന കാര്യം മാത്രമേ ഇടതുപക്ഷത്തിന്റെ ആലോചനയുണ്ടായിരുന്നുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിന് ടാക്സ് കുറയ്ക്കാന്നുള്ള ഒരിക്കൽ പോലും ഇടതുപക്ഷം വിചാരിച്ചിരുന്ന കാര്യമല്ല. 251% ടാക്സ് എന്നുള്ളത് കുറയ്ക്കണമെന്ന് ഇടതുപക്ഷം എപ്പോഴും ഒരേയും പറഞ്ഞിട്ടുമില്ല. മറ്റേതും പറഞ്ഞിട്ടില്ല, ഇതും പറഞ്ഞില്ല. ചില ആലോചനകൾ പുറത്തു വന്നപ്പോഴായിരുന്നു പ്രതികരണങ്ങൾ ഉണ്ടായത്. ആലോചന എന്ന് നോക്കൂ, സർക്കാർ പ്രഖ്യാപിക്കാത്ത ഒരു കാര്യത്തെ പറ്റി കൃഷ്ണൻകുട്ടി പറഞ്ഞ കാര്യവും സർക്കാർ പ്രഖ്യാപിച്ചതല്ല. ഏത് ശ്രീ കൃഷ്ണൻകുട്ടി പറഞ്ഞ കാര്യവും ഞങ്ങളിങ്ങനെ വീര്യം കുറഞ്ഞ മദ്യത്തിനെ ഈ തരത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതും സർക്കാർ പ്രഖ്യാപിച്ചതല്ല. ഇല്ല, അതനുസരിച്ച് ചില അപേക്ഷകൾ സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മദ്യം ഉൽപ്പാദിപ്പിക്കാനാണല്ലോ വിവാദമായത്. അപ്പോഴേക്ക് സർക്കാർ മാറിയല്ലോ. അതുകൊണ്ട് ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടുത്തെ കാര്യം 251% ടാക്സ് എന്നുള്ളത് 125 കുറയ്ക്കുന്നത് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? അതുകൊണ്ട് ആർക്ക് എന്ത് ഗുണം? സർക്കാരിന് നഷ്ടമല്ലേ ഉള്ളൂ, സർക്കാരിന് ലാഭമില്ലല്ലോ. ആർക്കാണ് ഗുണം? ഈ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നവർക്കും അത് കേരളത്തിൽ വിതരണം ചെയ്യുന്നവർക്കും മാത്രം ലാഭം ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടാക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നല്ല ഉദ്ദേശത്തിലാണെന്ന് വിചാരിക്കാൻ ഒരു ന്യായവും കാണുന്നില്ല. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിനുള്ളിൽ തന്നെയും അവരുടെ മുന്നണിയിൽ തന്നെയും VM സുധീരനുള്ള ആൾക്കാർ ഇപ്പൊ VM സുധീരൻ കത്ത് തന്നെ കൊടുത്തെന്നാണ് അറിയുന്നത്. പിന്നെ KPCCക്ക് ഇത് പാടില്ല പറഞ്ഞിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴേക്ക് തീർച്ചയായിട്ടും അതുപോലെ എക്സൈസ് വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ട് അദ്ദേഹം കൈമലർത്തി, KC വേണുഗോപാൽ കൈമലർത്തി. അപ്പൊ പ്രതിപക്ഷം മാത്രമല്ല പറയുന്നത്, അവരുടെ കൂടെ നിൽക്കുന്നവർ തന്നെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് എല്ലാ രീതിയിലുള്ള സംശയങ്ങൾക്കും അടിസ്ഥാനമുണ്ട്.
ഈ ടീം യു ഡി എഫ് എന്ന് പറഞ്ഞ സതീശൻ ഇപ്പൊ ടീം വെട്ടിയിട്ട് UDF വെട്ടിയിട്ട് ഇപ്പൊ സതീശൻ ഞാൻ മാത്രം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇങ്ങനെ ഇപ്പൊ ഒരു മാസം കൊണ്ട് തന്നെ എന്തെല്ലാം കുഴപ്പങ്ങൾ ഇപ്പൊ ഉണ്ടായി കഴിഞ്ഞു. അളിയൻ വിവാദം വന്നു, പിന്നെ ഓരോരുത്തരെ നിയമിച്ചതിൽ പ്രശ്നം വന്നു, പിന്നെ ആരോഗ്യ സെക്രട്ടറി പിന്നെ ഹെഡിനെ മാറ്റുന്ന വിഷയം വന്നു. അതൊന്നും ഒരു സ്വാഭാവികമായും ഏത് സർക്കാരിന്റെ കാലത്തും വരുന്ന വിവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് അങ്ങനെ ഈ പറയുന്ന പോലെ ഈ ഒരു മദ്യനയത്തിന്റെ കാര്യത്തിലല്ലാതെ മറ്റേതെങ്കിലും ഒരു വലിയ വിവാദങ്ങളൊന്നും, അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതൊക്കെ സ്വാഭാവികമായിട്ട് ഇതിനപ്പുറത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുള്ളതാണ്. അതൊന്നും മദ്യത്തിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചല്ലേ കെജ്രിവാളിനെ തന്നെ ഇവർ കുരുക്കിയത്, കോൺഗ്രസ്സുകാർ തന്നെ. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും അല്ലല്ലോ. താങ്കൾ അതുകൊണ്ട് ഈ ഒരു മാസം കൊണ്ട് ഈ സർക്കാരാകെ തകർന്നു പോയെന്നും ആളുകൾക്കെല്ലാം ബോധ്യപ്പെട്ട് എന്നൊന്നും പറഞ്ഞു കളയരുത്. അങ്ങനെയൊന്നും ആളുകൾക്ക് അങ്ങനെയില്ല. ഈ സർക്കാരായാലും ഏത് സർക്കാരായാലും തെറ്റുകൾ ചെയ്താൽ, അല്ലാതെ ഞങ്ങൾ അങ്ങ് നല്ല ആളുകളായിരുന്നു, നല്ല ആളുകളെ ആരും പിടിച്ച് പുറത്ത് കളയത്തില്ലല്ലോ. നല്ല ആളുകളല്ലായിരുന്നത് കൊണ്ടാണ് പിടിച്ച് പുറത്ത് കളഞ്ഞത്. പുറത്തുപോയവരുടെ കാര്യമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓർക്കണം. അല്ല, ഞാൻ താങ്കൾ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. താങ്കൾ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോഴത്തെ കാര്യം ഇത്രയും ആൾക്കാർ സംശയം പ്രകടിപ്പിക്കുമ്പോ സതീശൻ അതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞായിട്ട് ഇതുവരെ വാർത്തയിൽ നിന്ന് പുറത്തു വന്നില്ല. അത് ശരിയാണ്, ആ കാര്യം ഞാൻ ഞങ്ങൾ അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തത്. അതുകൊണ്ട് ഈ സർക്കാർ ചെയ്ത ഒരു കാര്യത്തെ തെറ്റായ കാര്യം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ സർക്കാർ ചെയ്ത എല്ലാം ശരിയാണെന്ന് അതിന്റെ മറവിൽ ബാധിക്കാൻ നിന്നാൽ അത് അംഗീകരിക്കില്ലെന്ന് മാത്രമേ കഴിഞ്ഞ സർക്കാരിനെ പറ്റി ചർച്ച ചെയ്താൽ നമ്മുടെ സമയം പോകും. അധികമൊന്നും പറയുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് എതിർത്ത് തോൽപ്പിക്കേണ്ട വിഷയം തന്നെയാണ്. ശരി, ഓക്കെ. ശ്രീ ജയപ്രകാശ് ആണ് കാസർഗോഡ് നിന്ന്. ശ്രീ ജയപ്രകാശ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, നമസ്കാരം സർ. നമസ്കാരം. ഞാൻ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇളവ് നൽകിയതിനെ കുറിച്ചിട്ടല്ല എനിക്ക് പറയാനുള്ളത്. ഈ വിഷയമാണെങ്കിൽ പറഞ്ഞോളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിലത്തെ രാഷ്ട്രീയമാണ് നല്ലത്. കാരണം 10-40 വർഷമായിട്ട് നമ്മുടെ ഭരണം മാറി മാറി വരുമ്പം ഓരോ വകുപ്പും ഓരോരാൾക്ക് പറഞ്ഞു വെച്ചാണ്. ദേവസ്വം വകുപ്പ്, പട്ടികജാതി വകുപ്പ്, അതേപോലെ ഈ എക്സൈസ് വകുപ്പ്, ഇതൊക്കെ ഒരാൾക്ക്, അതായത് പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഒരു പട്ടികജാതിക്കാരനായിരിക്കണം. ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നായറോ നമ്പ്യാറോ മേനോനോ കുറുപ്പോ ഇവരാരും കഴിക്കണം. പണ്ടെന്നോ ഒരു തീയൻ കള്ളിയെത്തി എന്ന് പറഞ്ഞിട്ട് അവർക്കെന്നും ഒരു എക്സൈസ് വകുപ്പ് അവരെ കുത്തകയാണ്. ഇതിനൊരു മാറ്റം കഴിഞ്ഞ ഗവൺമെന്റിൽ ഉണ്ടായി. രാധാകൃഷ്ണൻ എക്സൈസ് വകുപ്പ് മന്ത്രിയുണ്ടായി. ദേവസ്വം വകുപ്പിലും ഉണ്ടായിരുന്നു. പക്ഷെ ആ സർക്കാർ പിന്നീട് മന്ത്രിമാരെപ്പോൾ ആ സർക്കാരും പിന്നീട് ആ തീരുമാനത്തിൽ നിന്നും ഇതിനൊരു മാറ്റവും ആരും വരുന്നത്. പണ്ട് ഞാൻ ഇപ്പൊ ഇതിന്റെ എനിക്ക് മനസ്സിലായി പെട്ടെന്ന് ഈ ദേവസ്വം എക്സൈസ് വകുപ്പ് ആരും ഏറ്റെടുക്കാൻ തയ്യാറില്ല. പണ്ട് 87 നയനാറ് ഉണ്ടാകുമ്പോൾ ഒരു തീയൻ അതിന് തയ്യാറാവുന്നില്ല. എന്നിട്ട് തീയത്തിയായിട്ട് ഗൗരി അമ്മേനാണ് എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ട് തീരുമാനിച്ചത്. ഇതെല്ലാം രാഷ്ട്രീയമാണ്. അതിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് പൈസ കുറക്കുന്നു, വീര്യം കൂടി, അതൊന്നുമല്ല. ശ്രീ ജയപ്രകാശൻ പറഞ്ഞത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. കേരളത്തിൽ ഇപ്പോഴും അങ്ങനെ നോക്കുന്നില്ല എന്ന് പറയുമ്പോഴും എക്സൈസ് വകുപ്പിന് കൃത്യമായി ഇന്ന ജാതിയിൽപ്പെട്ട ആളുകൾ തന്നെ എക്സൈസ് വകുപ്പ് കൊടുക്കണം എന്നൊരു വകുപ്പും, ദേവസ്വം വകുപ്പ് കൊടുക്കുമ്പോൾ അതൊരു പട്ടികജാതിക്കാരന് ദേവസ്വം വകുപ്പ് കൊടുത്തപ്പോഴേക്കും പല കോണുകളിൽ നിന്നും വലിയ എതിർപ്പൊക്കെ വരികയും അവസാനം ആ തീരുമാനം സർക്കാർ തന്നെ സൂത്രത്തിൽ മാറ്റുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ കഴിഞ്ഞ തവണയും ഉണ്ടായി. രാധാകൃഷ്ണൻ സാറ് മന്ത്രി ഉണ്ടാകുമ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. അന്ന് ശ്രീ രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായപ്പോൾ ഇവിടെ ചില പ്രമാണിമാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവസാനം പക്ഷേ ആ സർക്കാർ അതിൽ ഉറച്ചു നിന്നില്ല. അദ്ദേഹം മാറിക്കഴിഞ്ഞപ്പോൾ ആ വകുപ്പ് പിന്നീട് മാറ്റി വാസവന് നൽകുകയായിരുന്നു. അങ്ങനെയും ചില കാര്യങ്ങളുണ്ട്. ഈ രീതിയിലുള്ള ചർച്ച നമ്മൾ കൊണ്ടുപോകേണ്ടത് ആണ്. അത് ഗൗരവമുള്ള വിഷയം തന്നെയാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. ഇടതുപക്ഷം ഭരിക്കുമ്പോഴും വലതുപക്ഷം ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോൾ അങ്ങനെ തന്നെ പോകുന്നു. ഇടതുപക്ഷം ചില മാറ്റങ്ങൾ ശ്രമിക്കുമ്പോഴും അത് പൂർണ്ണമായി നടക്കുന്നില്ല എന്ന് കൂടിയുണ്ട്. ശരി, ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത്. ശ്രീ മഹി, താങ്കൾ വേഗത്തിൽ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഹലോ സാറേ. പറഞ്ഞോളൂ സാറേ. 1995 വന്ന് ഈ മറ്റൊരു 100 രൂപ കിടന്ന ഒരു ഫുൾ കുപ്പിക്ക് 600 രൂപ വില കൂട്ടി. ആളുകൾ പോയി കുടിക്കല്ലേ എന്നുള്ളത്. എന്ത് ബുദ്ധിയാണ്, ലോകത്ത് ഏറ്റവും ബുദ്ധിയുള്ളതാണ് ആന്റണി. 100 രൂപ കുപ്പി 600 രൂപ ആക്കി. ആളുകൾ 600 രൂപ ആളുകൾ കുടിക്കും. അവസരം പെണ്ണുങ്ങളെ വോട്ട് കിട്ടാൻ വേണ്ടി. അവസരം 96 ഇട ദിവസം 198 ഭൂരിപക്ഷത്തിൽ ജയിക്കും. അപ്പൊ ഈ കോൺഗ്രസ് സഭ കള്ളം പറയാം. തങ്കച്ചനാണ് കോട്ടയത്ത്. ശ്രീ തങ്കച്ചൻ വേഗത്തിൽ പറയണം, നമ്മുടെ സമയം അവസാനിക്കാറായി.
നമസ്കാരം സാർ. ഈ മദ്യനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് മദ്യനയത്തെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഈ സർക്കാർ ചെയ്യുന്ന LDFന്റെ പിന്തുണ ചെയ്യുന്നത് എനിക്ക് LDF ഭരിച്ചിരുന്ന കാലത്ത് ഈ മദ്യനയത്തെ കുറിച്ച് ആ മദ്യമാണ് വരുത്തുന്നത്. പക്ഷെ അതിനോട് എനിക്ക് ഇപ്പോഴും യോജിപ്പില്ല. കാരണം എന്ന് വെച്ചാല് ഇപ്പോൾ നമുക്കറിയാം 10 ബാറൊക്കെ തുറക്കുന്നത് 10 മണി തൊട്ട് 12 മണി. അത് LDF സർക്കാർ കൊടുക്കുന്നത്. അത് വേണമെങ്കിൽ 11 മണി തൊട്ട് 12 മണി ഇതാക്കാവുന്ന സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ആ സർക്കാർ അതിനൊന്നുമല്ല കാണുന്നത്. സർക്കാരിന്റെ നിലപാടാണ്. കാരണം അവർക്ക് കാശുണ്ടാക്കണം, പണം ഉണ്ടാക്കണം, അവർക്ക് ജീവിക്കണം എന്ന രീതിയിലാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും ഈ മദ്യനയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായവും വളരെ വിഭിന്നങ്ങളായിരുന്നു. മദ്യനയത്തിൽ ഇത്തരം വീര്യം കുറഞ്ഞ മദ്യം എന്തിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അതിനുവേണ്ടി പ്രത്യേകം ഇളവ് കൊടുക്കുന്നത് എന്തിനാണ്, അത് അഴിമതിയുടെ ഭാഗമാണ് ഇളവ് കൊടുക്കുന്നതെന്ന് പറഞ്ഞവരും വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികളൊക്കെ അതിലേക്ക് വന്ന് ക്രമേണ അവർ വീര്യം കൂടിയ മദ്യത്തിലേക്ക് കടന്നുപോയി അപകടമുണ്ടാവും എന്ന് ചൂണ്ടിക്കാണിച്ചവരും അതല്ല, വീര്യം കുറഞ്ഞ മദ്യമാണ് വേണ്ടത്, വീര്യം കൂടിയ മദ്യമല്ല, അങ്ങനെ ജനങ്ങളെ മദ്യപാനാസക്തിയിൽ നിന്ന് മാറ്റണം എന്ന് ചൂണ്ടിക്കാണിച്ചവർ അങ്ങനെ വളരെ വ്യത്യസ്തമായി ഈ വിഷയത്തിലൊക്കെ. മറ്റൊരാൾ പറഞ്ഞത് അങ്ങനെയല്ല, സ്വന്തമായി വീട്ടിൽ വാറ്റാനുള്ള അനുമതി കൊടുക്കണം, നിയമപരമായി കൊടുക്കണം, വിൽക്കാൻ അനുവദിക്കരുത്. പക്ഷേ അപ്പോൾ നല്ല മദ്യം അവർക്ക് വാറ്റി ഉപയോഗിക്കാൻ കഴിയും. അത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അത്തരം ചർച്ചകളൊക്കെ എന്നും എല്ലാ കാലത്തും സമൂഹത്തിൽ നടക്കുന്നതാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ ചില ചട്ടക്കൂടുകൾ നിന്നുകൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ മദ്യനയമൊക്കെ വരുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ആ അഭിപ്രായങ്ങളൊക്കെ ഭാവിയിൽ പലതരത്തിലേക്കുള്ള പ്രതിഫലനങ്ങളായി വരും എന്ന് നമ്മളും പ്രതീക്ഷിക്കുകയാണ്. ഈ നയം തന്നെ ചിലപ്പോൾ മാറ്റിയേക്കും എന്നുള്ള സൂചനകളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.